ഇനി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ, അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു തീം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സക്സസ് ആകണമെങ്കിൽ വിത്തൗട്ട് 3M നമുക്ക് ഒരു കാരണവശാലും വെൽത്തിലേക്ക് പോകാൻ പറ്റില്ല. പ്രോഫിറ്റ് ലോസിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് ഒരു വെൽത്തായി മാറില്ല. കേട്ടോ? കേൾക്കുന്നുണ്ടോ? പ്ലീസ് ഷാക്കിറ ഇവിടെ ഉണ്ടോ? യെസ് സർ, യെസ് ആ യെസ് സർ. യെസ് യെസ്, ഒന്ന് ഓപ്പൺ ആയി കൊടുക്കൂ. സോറി ഞാൻ കുറച്ചധികം സംസാരിച്ചു പോയി, റിയലി സോറി. ഓക്കെ, സാറിനോട് സംസാരിക്കേണ്ടവർക്ക് റൈസ് ഞാൻ ഹാൻഡ് ചെയ്യാം ഒന്ന് കേട്ടോ. കുറച്ച് ആ പറയൂ പറയൂ. യെസ്, അപ്പോ സംസാരിക്കേണ്ട ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക കേട്ടോ. മിസ്റ്റർ മുഹമ്മദ്, നമ്മൾ ആദ്യം സംസാരിച്ചില്ലേ? മിസ്റ്റർ മുഹമ്മദ് ഉണ്ടോ അവിടെ? മുഹമ്മദ് തന്നെയല്ലേ നമ്മൾ ആദ്യം സംസാരിച്ചേ? മറ്റുള്ളവരെ Hi. യെസ്, ഹോപ്പ് യു ഗെറ്റ് മീ റൈറ്റ്. കിട്ടിയില്ലേ? തീം കിട്ടിയോ? നമ്മൾ പറഞ്ഞ തീം കിട്ടിയോ? ഓക്കെ, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കുക കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? പ്ലീസ്. Hi. യെസ് പറയൂ. ജംഷീർ ജംഷി പറയൂ. ഇതിലിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ഫണ്ട് എടുത്തിട്ട് ഒരു 100 ട്രേഡ് ചെയ്തിട്ട് ആ കഴിഞ്ഞിട്ട് അത് എക്സിറ്റ് ആയിട്ടും നമ്മളെ ഫണ്ട് മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഓക്കെ ആയിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പൊ ആ നമ്മൾ ഇത് മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുമ്പോഴേ നമ്മളിങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കുന്നു കൊടുക്കുന്നു അങ്ങനെ ഇങ്ങനെ പോകുന്നതല്ലേ. ആ അപ്പൊ പിന്നെ നമ്മള് ഒരു 100 ഷെയർ എടുത്തു, അത് 100 ഷെയറും പിന്നെ നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നമുക്കത് ഇത് ചെയ്യാൻ പറ്റും? പ്രൂവ് ഒരു ചെയ്യും. റിസൾട്ട്. ഇത് ഞാൻ പ്രൂവ് ചെയ്ത് തരും. അതായത് നമ്മൾ ശരി കേട്ടു കേട്ടോ. മണി മാനേജ്മെന്റ് ആണ് ഡൗട്ട്. മണി മാനേജ്മെന്റ് ഡൗട്ട്. ഇതിന് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്തിട്ട് 100 ട്രേഡിലേക്ക് 100 ട്രേഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയി പോകാൻ പാടുള്ളൂ. ഒന്നാമത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി അതാ, റൈറ്റ്? അത് നമ്മൾ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഇട്ടിട്ട് തോന്നുന്ന ക്വാണ്ടിറ്റി ഒന്നും അല്ല കേട്ടോ. ക്വാണ്ടിറ്റി മാനേജ്മെന്റിൽ നമ്മളൊരു ചെറിയ പ്രോഗ്രാം ചെയ്യും. അതായത് ആ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് നമ്മളൊരു ക്ലാസ്സിലെ കണ്ടന്റാ. ഞാനത് ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, അത് റൈറ്റ്. ചെയ്യിപ്പിച്ചിട്ട് ഓക്കെ ആക്കും. അല്ലാതെ വെറുതെ സംസാരിക്കുക പോരല്ലോ. സോ മണി മാനേജ്മെന്റ് ആണ് തീം എന്നുണ്ടെങ്കിൽ നമ്മൾ 100 ട്രേഡ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റല് ഞാൻ ജംഷി പ്ലീസ്, നമ്മൾ 100 ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ക്യാപിറ്റല് സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിലില്ലെങ്കിൽ 5 ഫീസ് ഞാൻ തിരിച്ചു തരും. ഓക്കെ, അത് എന്റെ കഴിവല്ല. കാരണം എന്താ, ഞാൻ എന്തുകൊണ്ടാന്ന് പറയാം, ഞാൻ 10 ഫീസ് തിരിച്ചു തരാം. എന്താ പറയണെന്ന് വെച്ചാൽ അത് ഓപ്പോസിറ്റ് ആയില്ലെങ്കിൽ കേട്ടോ, ഓപ്പോസിറ്റ് ആണെങ്കിൽ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് നമ്മുടെ കഴിവല്ല, പ്രോബബിലിറ്റി മാത്തമാറ്റിക്സിന്റെ കഴിവാ. നിങ്ങൾ എങ്ങനെ തോൽക്കാൻ ശ്രമിച്ചാലും തോൽക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ, ഇത് അനുസരിക്കാൻ പറ്റുന്നില്ല. ഇത് അനുസരിക്കാൻ പറ്റാ നല്ല പായൽ പിടിച്ച ഒരു കിണറാന്ന് വിചാരിക്കും. നമ്മൾ നല്ല പായൽ പിടിച്ച കിണറാ. ഓക്കെ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് നോക്കിയാലൊന്നും ഉള്ളിലേക്ക് എത്തൂല. കാരണം നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പായലങ്ങ് പറ്റി പിടിച്ചിരിക്കുക. അവിടെ നിന്നാണ് ഞാൻ ഒന്നും ഇങ്ങനെ തോണ്ടി മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ മണി മാനേജ്മെന്റിൽ നിങ്ങൾക്കൊന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, പ്രൂവ് ചെയ്യും. പ്രൂവ്ഡ് ആണ് ഇതെല്ലാം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രൂവ് ചെയ്യും. എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് പ്രോഗ്രാം ചെയ്ത് എക്സൽ ഉണ്ട് നമുക്ക്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. 1200 ട്രേഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 15 വർഷത്തെ എല്ലാ ട്രേഡും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഏറ്റവും നല്ല ടെക്നിക്കൽ അനാലിസിസ് വെച്ച് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ജംഷി ഈ എത്ര ശതമാനം റിട്ടേൺ കിട്ടും എന്ന്, റൈറ്റ്? അപ്പൊ എത്ര ശതമാനം റിട്ടേൺ കിട്ടും എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഷെയർ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, നമ്മുടെ മനുഷ്യന്റെ പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരുന്നത്. കാരണം എങ്ങനെയാ വെച്ചാല് നമ്മളൊരു ബാല്യം, ഒരു കൗമാരം, ഒരു യൂത്ത്, ഒരു വാർദ്ധക്യം, ഈ വഴി കൂടെ അല്ലേ പോണേ. ഇതേപോലെ ഈ ഷെയറും പോകുന്നത് ഈ 4 അവസ്ഥകളിലൂടെ. നമ്മൾ ഈ 4 അവസ്ഥകളൊക്കെ ആക്കി തിരിക്കും ഷെയറിന്റെ ടെക്നിക്കൽ ജേണി കേട്ടോ. എന്നിട്ട് നമ്മൾ പറയില്ല, ഒരു 5 കിലോ പൊക്കാൻ പറഞ്ഞാൽ ഒരു 5 വയസ്സുകാരനോട് 5 കിലോ പൊക്കാൻ പറഞ്ഞാൽ അവൻ പൊക്കുവോ? പൊക്കൂല. 25 വയസ്സുകാരൻ പുഷ്പം പോലെ പൊക്കും. ചിലപ്പോൾ 99 വയസ്സുകാരനും പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് പൊക്കാനുള്ള നമ്മുടെ ശേഷി ഉണ്ടല്ലോ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കില്ലേ. എല്ലാ സ്ഥലത്തും ഒരേതല്ലല്ലോ വെയിറ്റ് പൊക്കുന്നത്. അതേപോലെ തന്നെയാണ് ഷെയറും. കൗമാരത്തില് പൊക്കുന്ന വെയിറ്റ് അല്ല യൗവനത്തിൽ പൊക്കുന്നത്. യൗവനത്തിൽ 200%, 500% ഒറ്റ സ്റ്റോക്ക്, 500% ഒരു സ്റ്റോക്ക് ഒറ്റ ട്രേഡിൽ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നേ അത് കിട്ടുള്ളൂ. അത് ഏത് സ്ഥലം? അത് അതിന്റെ ഒരു വളർച്ച പ്രാപിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഗ്രോത്ത് പോകുന്ന ഒരു സ്ഥലമാണ്. അതൊരു ടെക്നിക്കൽ ജേണി ഉണ്ട്, റൈറ്റ്? നമ്മൾ പറയില്ലേ,
കല്ല് നിന്നാലും ദഹിക്കുന്ന പ്രായം എന്ന് മനുഷ്യന് പറയാറില്ല. ഒരു പ്രായം ഉണ്ടല്ലോ ഒരാൾക്ക്, യൂത്ത് അല്ലെ? ആ സ്ഥലം പോലെ ഒരു ഷെയറിനും ഉണ്ട് സ്ഥലം. ടെക്നിക്കൽ ജേണി അത് നമ്മൾ ഭംഗിയായിട്ട് പഠിക്കും. അവിടെ ജംഷിയുടെ ക്വസ്റ്റൻ അതായിരുന്നില്ല, മണി മാനേജ്മെന്റ് ആണ്. അത് 100% പ്രൂവ് ചെയ്യും കേട്ടോ ജംഷി. കാരണം വെച്ചാൽ നിങ്ങളെ കൊണ്ട് 100 ചെയ്യിപ്പിക്കുമല്ലോ. ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ അപ്പുറത്തേക്ക് അതിൽ ഞാൻ നോളേജ് കണക്ട് ചെയ്യില്ല കേട്ടോ. നോളേജ് തെറ്റിക്കോട്ടെ, ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, നോളേജ് നമ്മൾ കണക്ട് ചെയ്യില്ല. അത് പ്രോബബിലിറ്റി മാത്തമാറ്റിക്സിന്റെ ഗുണാണത്, അല്ലാതെ എന്റെ പവർ അല്ല. അത് നമുക്കൊന്ന് തിരിഞ്ഞു നിൽക്കാണ്ടാണ്. സക്സസ് അങ്ങോട്ട് വഴിയുള്ളത് ലെഫ്റ്റിലോട്ടൊന്ന് ഓടിക്കൊണ്ടിരിക്കുക നമ്മള് നോളേജ് വെച്ചിട്ട്. പ്രശ്നം എന്താ? പ്രോഗ്രാം ചെയ്തത് നോളജ് ഈക്വൽ ടു സക്സസ് എന്നാണ്. അത് അതൊന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറിയാല് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക് സക്സസ് വരും. അല്ലാതെ ഫണ്ട് മാനേജേഴ്സിനൊന്നും കടലിൽ കായം കലക്കുന്നത് പോലെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ക്യാപിറ്റൽ. അല്ലാതെ അവർക്കൊന്നും മാർക്കറ്റിനൊന്നും തിരിക്കാൻ പറ്റില്ല. കടലിൽ കായം കലക്കുന്നത് പോലെയാണ് ഓരോ കമ്പനിയുടെയും ഫണ്ട്. മാർക്കറ്റാണ് വലുത്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ കോവിഡ് വന്നാൽ എത്രയോ ഫണ്ട് നഷ്ടാവും നാളെ. എന്നാലും കമ്പനി ഔട്ട് ആവുന്നില്ലല്ലോ. നോർമൽ ആളുകളല്ലേ ഔട്ട് ആവുന്നത്. സോ ദേ ആർ ഡൂയിങ് വിത്ത് പ്രോപ്പർ മണി മാനേജ്മെന്റ്. ഇൻഡിവിജ്വൽസിന് ഇല്ലാത്ത പരിപാടിയാണ് അത്. റൈറ്റ്? അതിൽ ഫോക്കസ് ചെയ്ത് നോക്കൂ. 100 കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ നിൽക്കുന്നത് കാണാം. അത് തന്നെയാണ് സക്സസ്. എന്നിട്ട് അതിലേക്ക് ഏറ്റവും നല്ല നോളജിനെ ഡൈല്യൂട്ട് ചെയ്യൂ. ദെൻ ആ സക്സസിന്റെ സ്ട്രെങ്ത് കൂട്ടും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് എനിക്കിത് മനസ്സിലായാൽ ഞാൻ സക്സസ് ആകുമല്ലേ? അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും സക്സസ് ആവും. ബിക്കോസ് പ്രോപ്പർ മണി മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ സക്സസ് എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്യാപിറ്റലിന്റെ താഴെ ഇല്ലെങ്കിൽ സക്സസ് അല്ലേ? അതിന്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ നോളജ് എടുക്കാൻ പാടുള്ളൂ. ഓൾറെഡി വി ആർ സ്റ്റാർട്ടിങ് വിത്ത് സക്സസ്. അങ്ങനെയാ പറയാ. മണി മാനേജ്മെന്റ് ആണ് ഭാഷ എങ്കിൽ. ഓക്കെ, ലാംഗ്വേജ് നോളജ് ഭാഷയാണെങ്കിൽ സംഭവിക്കില്ല. നല്ല പ്രോഫിറ്റ് കിട്ടും. 2-3 കൊല്ലം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഒന്നും പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. റൈറ്റ്? നല്ല പ്രോഫിറ്റ് കിട്ടി, പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ കിട്ടി, നമ്മളൊന്നും അസൂയപ്പെട്ടതാ. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞ് ഇവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വീട് കടത്തിലായിരിക്കും. റൈറ്റ്? അതൊരു ടോക്കണാണ്. കാരണം നോളജ് പ്രോഫിറ്റ്, നോളജ് ലോസ് പ്രോഫിറ്റ്, ഈ ജേണി കൂടെ പോകും. ഇതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈൻ, ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ, താങ്ക് യു സോ മച്ച്. അത് നമ്മൾ പ്രൂവ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ആ 5 സ്റ്റാർ റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഇതുകൊണ്ടാണ്. റൈറ്റ്? ഇത് നമ്മളെ ആ റേറ്റിംഗ് എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് അവരവർക്ക് തോന്നുന്ന ആ ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറയില്ലേ, നമ്മുടെ ലൈഫിൽ ഒരു വെളിപാട് എന്ന് പറയില്ലേ, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു വെളിപാടുണ്ട്. അത് നോളേജ് അല്ല. അത് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നു. ഒരു പരിധി വരെ നമ്മൾ അതിൽ സക്സസ് ആവുന്ന പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. സോ നമുക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. കറക്റ്റ് 1 hour ആയി അല്ലേ? Yes, sir. ഒത്തിരി പേര് പറഞ്ഞോ ഹാൻഡ് റൈസ് ഷാക്കിറ പ്ലീസ്. ചെയ്തിട്ടുണ്ട്. ചോദിക്കൂ. ഒരുപാട് ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട് സർ. ഓ, ചോദിക്കൂ. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ, എങ്ങനെയാണ് എന്നൊക്കെ? യെസ്. നമ്മള് കോഴ്സിന്റെ എല്ലാവർക്കും വേണ്ടി കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് നമ്മള് സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ്. അതായത് ഒരു വീടിന്റെ തറയാണല്ലോ ഏറ്റവും, ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നെന്ന് വിചാരിക്കരുത്, ഒരു കണക്ട് ആവാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമുക്ക് വീടിന്റെ തറയല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ല? അതേപോലെ തന്നെ ബേസിക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബേസിക് എന്ന് പറയുമ്പോൾ ആ സോഫ്റ്റ്വെയർ മേടിച്ച് ഇതുമേ ടച്ച് ചെയ്താൽ വൈ ആവുമല്ലേ, ഇതുമേ ടച്ച് ചെയ്ത സെല്ലാവും, അങ്ങനെയല്ല. ഞാനൊരു ബേസിക് പറയാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഒരിക്കലും താഴെ പോവാത്തൊരു സാധനം, മുകളിലേക്ക് മാത്രമേ അത് പോവുള്ളൂ. അതൊരു ബേസിക് പോയിന്റാ. അത് അങ്ങനെയുള്ള ഒരു ബേസിക് കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് കോഴ്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകും. അതിലാണ് ഈ 3M എന്ന് പറയുന്ന മൈൻഡിനെ കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കും. മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് വേണ്ടി നിങ്ങൾ ഡിഫറെന്റ് കോഴ്സിൽ പോയില്ലേ, ആ കണ്ടന്റ് നമുക്ക് ഇവിടെ ചെയ്യണം. മൈൻഡ് റീപ്രോഗ്രാമിംഗ് മസ്റ്റാ. മൈൻഡ് റീപ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യും, മണി മാനേജ്മെന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെത്തേഡിലേക്ക് പോകും. മെത്തേഡിൽ ഫണ്ടമെന്റൽ അനാലിസിസ് എല്ലാം വെരി ബേസിക്. ഫണ്ടമെന്റൽ അനാലിസിന്റെ ടോപ്പ് ലെവലിൽ വരെ നമ്മൾ പോകും. ഇതെല്ലാം നമുക്ക് നമ്മുടെ മുന്നിലുള്ള കിച്ചണിലെ എക്സാമ്പിളും വണ്ടി ഓടിക്കുമ്പോൾ എക്സാമ്പിളും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സക്സസ് ആകാവുന്നേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് ഇതിനെ. സോ ഫണ്ടമെന്റൽ അനാലിസിസ് ബേസിക് തൊട്ട് അഡ്വാൻസ് വരെ നമ്മൾ പഠിക്കും. ടെക്നിക്കൽ അനാലിസിസ് ബേസിക് തൊട്ട് അഡ്വാൻസ് വരെ നമ്മൾ പഠിക്കും. ആ റീഡിംഗ് ഉണ്ടല്ലോ, ചാർട്ട് റീഡിംഗ് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ ഒരു പരിധി വരെ പറയാം. റൈറ്റ്? ഫ്യൂച്ചർ എങ്ങനെയാണ് നമ്മൾ ഒരു പരിധി വരെ പറയുന്നത്? ഫ്യൂച്ചർ നമുക്ക് പറയാം പരിധി വരെ. ഫ്യൂച്ചർ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ മക്കളൊക്കെ ഇല്ലേ, നാളെ സ്കൂളിൽ പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചുമച്ചു തുടങ്ങും. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് പറയും? നാളെ കണക്ക് ടീച്ചറും ഇല്ല എന്നും പറയും. റൈറ്റ്? ഉച്ചവരെ സ്കൂളും ഉള്ളൂ, പിന്നെ എന്തിനാ പോണേ? ദാറ്റ് മീൻസ് അപ്പൊ കേട്ട് നിൽക്കുന്ന അമ്മയ്ക്കും തോന്നും എന്നാ പിന്നെ പോകുന്നില്ല. ദാറ്റ് മീൻസ് അത് ഫ്യൂച്ചർ എവിടെ നിന്നാണ് അവൻ ഡിസൈൻ ചെയ്തത്? ഇവിടുന്നേ ഡിസൈൻ ചെയ്തവൻ ഇന്ന് മുതലേ തുടങ്ങിയില്ലേ. അപ്പൊ എങ്ങനെയാ ഫ്യൂച്ചർ വർക്ക് ആവാൻ ചാൻസ്? ഒന്ന് പനി കാണിക്കുക ഒരു ഫാമിലി. ഓക്കെ, പ്രോബബിലിറ്റി നടക്കുന്നത് എങ്ങനെയാ? ഫ്യൂച്ചർ എങ്ങനെയാ നടക്കുക? ആ പ്രോബബിലിറ്റീനെ സ്ട്രെങ്ത് കൂട്ടിയാൽ മതി. റൈറ്റ്?
ഇത് നമുക്ക് പ്രൈസിന്റെ ഉള്ളിൽ നടക്കും. എങ്ങനെയാ? അവൻ ഒന്ന് പനി അഭിനയിച്ചു, റൈറ്റ്? അപ്പൊ ഒരു ഫാമിലി റെഡിയായി. അടുത്ത അവൻ പറയും കണക്ക് ടീച്ചർ ഇല്ല, അമ്മ നോക്കുന്ന കണക്ക് ടീച്ചർ മൽക്ക. അപ്പൊ കണക്ക് ടീച്ചർ ഇല്ല, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല, ട്യൂഷനും ഉണ്ടല്ലോ. അപ്പൊ കണക്ക് ടീച്ചർ ഇല്ല, രണ്ടാമത്തെ സബ്ജക്റ്റ് ഓക്കെ. പിന്നെ അവൻ പറഞ്ഞു ഉച്ചവരെ ഉള്ളൂ സ്കൂൾ, മൂന്നാമത്തെ ഫാമിലിയും ഓക്കെ. ഇങ്ങനെയാണ് ഫ്യൂച്ചറിൽ നടക്കാനുള്ള ചാൻസ്. ഇതേപോലെ ഒരു പഠനം ഈ ടെക്നിക്കൽ അനാലിസിസിലുണ്ട്. ഇതേപോലെയുള്ള ഒരു പഠനം തന്നെയാണ് ഈ സി ജിയിലുള്ളത്, റൈറ്റ്? ആ സൂചനകൾ കൂടുതൽ എന്ന് പറയില്ലേ, ഒരാൾ ഇടിവെട്ട് കൊണ്ട് നിൽക്കുക, റൈറ്റ്? അപ്പോഴാണ് തലയിൽ നാളികേരം വീണത്, റൈറ്റ്? അപ്പോൾ ഒന്ന് രണ്ട് വേച്ച് വെച്ച് നടന്നപ്പോൾ ഒരു പാമ്പും കടിച്ചു. അങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വണ്ടിയും വന്ന് ഇടിച്ചു. പിന്നെ മരണം നടക്കുന്നു എന്നുള്ളതിൽ വലിയ സ്വാഭാവികതയൊന്നുമില്ല, അസ്വാഭാവികതയൊന്നും ഇല്ലല്ലോ. ഫ്യൂച്ചർ അങ്ങനെ നടന്നോളും. കാരണം എന്താ? പ്രോബബിലിറ്റീസ് കയറ്റിയാൽ മതി. ആ പ്രോബബിലിറ്റീസ് നമുക്ക് പ്രൈസിന്റെ പഠനത്തിലും ഉണ്ട്, റൈറ്റ്? സോ അതിൽ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് ഈ പറയുന്ന എക്സാമ്പിളുകളിലൂടെ ഭംഗിയായിട്ട് പഠിക്കാവുന്നത്. നമുക്ക് പറയാൻ പറ്റും ഇതാ ഈ സ്റ്റോക്ക് കയറി പോകാൻ പോവാണെന്ന് ഭംഗിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് കയറിയില്ലെങ്കിലോ ഒരു ചുക്കുമില്ല, കാരണം മണി മാനേജ്മെന്റ് ഉണ്ട്, ഒരു പ്രോബ്ലം ഇല്ല, വി ആർ സേഫ്. ആ ജേണിയിലേക്ക് വരണം, ഓക്കെ? അല്ലാതെ ആ നോളജ് മാത്രം പിടിച്ചാലോ, ആ നോളജ് മാത്രം പിടിച്ചാൽ ഗാംബ്ലറായി. അവിടെയാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ്, ഹലോ. സോ ബേസിക് കോഴ്സ്, പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് കോഴ്സ്, ഇൻട്രാഡേ മാസ്റ്റർ ട്രേഡിംഗ് പ്രോഗ്രാം, പിന്നെ പോർട്ട്ഫോളിയോ ഡിസൈനിങ്, പിന്നെ 1200 ട്രേഡുകൾ പ്രാക്ടീസ്, ഒരു മെന്റർ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ്. അത് കഴിഞ്ഞ് ഈ പ്രാക്ടീസ് കഴിഞ്ഞ് ലൈഫ് ലോങ് നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകാം. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ എല്ലാ സ്റ്റുഡൻസും പഠിച്ച എല്ലാവരും സ്ക്രീനർ എന്ന് പറഞ്ഞൊരു സംഗതി പ്രൊവൈഡ് ചെയ്യും. ആ സ്ക്രീനറിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ലൈവ് വേർഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾക്ക് വേറെ സ്റ്റോക്ക് അന്വേഷിച്ച് നടക്കണ്ട. ആ സ്ക്രീനർ നമ്മൾ ഫ്രീ ആയിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, ഫീസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഒരു മണി സൈക്കോളജിയുടെ ബേസ് ചെയ്തിട്ടാണ്. അതായത് പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഈ ഫീസിന് ഐ എം വെരി സാറ്റിസ്ഫൈഡ്, വർത്താണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ അവിടെ ഒരു സ്ക്രീനർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ വാങ്ങിക്കുന്ന ഫീസ് തന്നെ ആ സ്ക്രീനറിന്റെ വാല്യൂ ആണ്, റൈറ്റ്? ബാക്കിയുള്ളതെല്ലാം വിട്ട് കഴിഞ്ഞാലും ആ സ്ക്രീനറിൽ നിങ്ങൾക്ക് ആ സ്ക്രീനറിൽ വരുന്ന സ്റ്റോക്കുകളെ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മതി. രണ്ടും, ഇൻട്രാഡേ ടൈം ആയാലും ഇൻവെസ്റ്റ്മെന്റ് ആയാലും ഇത് മാത്രം ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി. അതിലുള്ള സ്റ്റോക്കുകൾ ഇങ്ങനെ കയറി പോകുന്നത് കാണാം. അത് തന്നെയായിരിക്കും അതിന്റെ സംഗതികളാണ് നിങ്ങൾ പഠിക്കുന്നതും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് സ്റ്റോക്ക് അന്വേഷിച്ച് നടക്കാനും നമുക്ക് സമയമില്ല. അപ്പോൾ ആളുകൾ മറ്റൊരു സംഗതിയും കൂടിയുണ്ട്. ട്രേഡിംഗ് എന്ന വാക്ക് തന്നെ വളരെ കൺഫ്യൂഷൻ ഉള്ള വാക്കാ. അപ്പോൾ എല്ലാവരും കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടുള്ള ആ സംഗതിയല്ല പഠിക്കേണ്ടത്. കാരണം നമുക്ക് ജോലിക്കാരല്ലേ, നമ്മൾ ജോലി ചെയ്യുന്നു, പല പരിപാടികളും നമ്മൾ എൻഗേജ്ഡ് ആണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന് സൂട്ടബിൾ ആയിട്ട് ഉള്ള ഒരു സിസ്റ്റം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കുക, എന്നിട്ട് അതിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ചെയ്യേണ്ടത്, ഓക്കെ? നമ്മുടെ പാഷനെയും നമ്മുടെ പ്രൊഫഷനെയും ഒരു തരത്തിലും സ്റ്റോക്ക് മാർക്കറ്റ് ബാധിക്കാൻ പാടില്ല. ഭംഗിയായിട്ട് അത് കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ഒരു സിസ്റ്റം, ഒരു ഫിനാൻഷ്യൽ സ്കില്ല് പഠിക്കുന്നതിലല്ല കേട്ടോ പ്രധാനം. കാർ ഓടിക്കാൻ പഠിക്കുന്നതാണോ പ്രധാനം? കാർ ഓടിക്കാൻ പഠിക്കുന്നതല്ല പ്രധാനം. കാർ ഓടിച്ചിട്ട് എങ്ങോട്ട് പോകണം, അതിന് വേണ്ടിയിട്ടാണ് കാർ ഓടിച്ചത്, അല്ലേ? കല്യാണത്തിന് പോകണം, മരണ വീട്ടിൽ പോകണം. സോ നമ്മൾ ഡെസ്റ്റിനേഷൻ അല്ലേ ഇമ്പോർട്ടന്റ്, അല്ലേ? അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്കില്ല് പഠിക്കുന്നതല്ല പ്രധാനം. നമ്മുടെ ക്യാപിറ്റൽ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് പറയുന്ന ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് പ്രധാനം. ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് പ്രധാനം. ആ ഫിനാൻഷ്യൽ പ്ലാനിംഗ് നേടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് സ്കില്ല് യൂസ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്, അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്. നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ, ഒരു സ്ഥലം വരെ പോകണം, അതിൻ്റെ ഇടയിൽ വഴി വീണാലും നമ്മൾ എന്തുകൊണ്ട് എഴുന്നേറ്റ് ഓടുന്നത്? അവിടെ എത്താൻ വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് തന്നെ എൻ്റെ 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എവിടെ എത്തിക്കണം എന്ന് പറയുന്ന ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് ആദ്യം വേണ്ടത്. അതിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സ്കില്ല് യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ എത്തുന്നു. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചു, പ്രോഫിറ്റ് ഉണ്ടായി, എന്നിട്ടോ അടുത്തത് ലോസ് ഉണ്ടായി, ഇങ്ങനെ കടലിൽ ഇങ്ങനെ ഒരു തെങ്ങ് തടി ഇങ്ങനെ ഒഴുകി നടക്കണ പോലെ ഇങ്ങനെ ഒഴുകി നടക്കും. അല്ലാതെ ഒരു ഡെസ്റ്റിനേഷൻ എത്തൂല. ഡെസ്റ്റിനേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് പഠിക്കണം. ബേസിക്കലി തന്നെ നമ്മൾ ഫിനാൻഷ്യൽ, വാട്ട് ഈസ് അവർ ഫിനാൻഷ്യൽ പ്ലാൻ, നമ്മുടെ ക്യാപിറ്റൽ എപ്പോൾ നമുക്ക് ഡബിൾ ആക്കാം എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. അതിലേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ സ്കില്ല് യൂസ് ചെയ്ത് കയറ്റാം. സോ ഒരു സ്ട്രക്ചർ ഉള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഷാക്കിറ, നിങ്ങൾ ഈ ഇദ്ദേഹത്തെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. വൺസ് നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഫീസിന്റെ 10 ഇരട്ടി നിങ്ങൾക്ക് അവിടെ ബെനിഫിറ്റും കിട്ടണം. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റണം. ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രോഗ്രാം എന്നുള്ള എഫക്റ്റും കിട്ടണം. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ സാധനം കിട്ടിയത് എന്നും പറയാൻ പറ്റണം. ഈ ഇത്രയും കണ്ടന്റ് ഇല്ലെങ്കിൽ ഇത്രയും കണ്ടന്റ് ആണ് നിങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടത്. ഇത്രയും ഉണ്ടോ? ഇല്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ജോയിൻ ചെയ്തോ. എന്നിട്ട് കഴിയുമ്പോൾ തന്നില്ലല്ലോ എന്നും പറയാലോ. ഫൈൻ. സോ അദ്ദേഹത്തെ കേട്ടോ. പറയൂ. സ്ക്രീനർ തരുമെന്ന് പറഞ്ഞത് ആക്ച്വലി അത് ലൈഫ് ലോങ് ഉള്ളതാണോ അതോ കുറച്ച് നാളത്തേക്കേ ഉള്ളോ? ഇല്ല, ലൈഫ് ലോങ്ങാ കേട്ടോ. ഇദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്തോ കേട്ടോ. 9645389669. പിന്നെ
ഈ നമ്പറും കൂടെ കണക്ട് ചെയ്തോ. ഷാക്കിര നമ്പർ കറക്റ്റ് അല്ലേ? 964538 സർ. ആ യെസ് 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 യെസ്. ഇദ്ദേഹത്തെ കണക്ട് ഞാൻ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഇത് സ്ക്രീനറിന്റെ കാര്യം ചോദിച്ചില്ലേ? സ്ക്രീനർ എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഇത്രയും പരിപാടി ഞാൻ കോഴ്സ് കഴിഞ്ഞ് ടെക്നിക്കൽ അനാലിസിസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് എന്താ പറയാന്നറിയോ? ഇത് എന്നെ ട്രസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് കാര്യം ശരിയാണോ എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒന്ന് കാണട്ടെ എന്ന് പറയും. എന്നിട്ട് ആ രീതിയിൽ ഒന്ന് പ്രാക്ടീസിന് വിടും. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഈ 15 വർഷത്തെ ട്രേഡുകൾ കംപ്ലീറ്റ് എടുത്ത് നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിൻ ഒന്ന് പവറാക്കി നിർത്തും. അപ്പൊ നിങ്ങൾ വണ്ടർ ആവും. 2008 ടാറ്റ മുകളിലേക്ക് പോയ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഞാനും ഉണ്ടായിരുന്നേനെ. 2015 റിലയൻസ് കയറി ആ കയറ്റത്തിൽ അപ്പൊ ഇത് കോഴ്സ് അന്നായിരുന്നു പഠിച്ചത് ഞാൻ ഉണ്ടായിരുന്നേനെ എന്ന് ബ്രെയിനെ കൊണ്ട് പറയിപ്പിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, അപ്പൊ കാണാൻ നിങ്ങൾക്ക് ഒരേ രീതിയിൽ ഇങ്ങനെ സ്റ്റോക്ക് പോകുന്നത്. നമ്മൾ ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാലേ, നിങ്ങൾ ഷർട്ടിന്റെ ഇത് മടക്കി വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ എല്ലാ ദിവസവും 3 മടക്കാണെങ്കിൽ 3 തന്നെ ഇടുക. നമ്മൾ ആരെങ്കിലും തല്ല് പിടിച്ചിട്ട് ഷർട്ട് ഇട്ട് മടക്കിയാലും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റിപ്പീറ്റേഷൻ പാറ്റേൺ ഇല്ലേ, ഇതേപോലെ സ്റ്റോക്കും റിപ്പീറ്റേഷൻ പോകും. അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വണ്ടർ ആവും. ഓക്കെ, ആ വണ്ടർ നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരും നമ്മളെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ അന്ന് പ്രാക്ടീസ് ചെയ്ത പോലെ സെയിം സാധനം എവിടെ? അതിന് വേണ്ടിയിട്ടാണ് സ്ക്രീനർ. ആ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത സെയിം മൂവ്മെന്റ് നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കോഡിങ് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, മനസ്സിലായോ? അതിൽ വരുന്ന സ്റ്റോക്കുകൾ മാത്രം മതി. ആ സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലൈവ് കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ നിങ്ങൾ ഈവൻ ഡ്രൈവിംഗിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സ്ക്രീനർ നോക്കാതെ തന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഒരു മെമ്പർഷിപ്പ് ഫീയോ ഒന്നുമില്ല കേട്ടോ കമ്മ്യൂണിറ്റിയിൽ. ഇറ്റ്സ് ഫോർ ഫ്രീ. ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം പ്രോഡക്റ്റ് കഴിയുമ്പോൾ. സോ ഇതിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ കോഴ്സിന്റെ ഫീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വേഗമായിട്ടൊന്ന് പറഞ്ഞ പോകാമോ? നമ്മള് കൂടുതൽ ഇത്രയും ഇത്രയും വരുന്ന ഒരു പ്രോഗ്രാമിന് നമ്മൾ 30,000 റുപ്പീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 1 ലാക്ക് റുപ്പീസിന്റെ 3 ലാക്ക് റുപ്പീസിന്റെ ബെനിഫിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതിന്റെ അകത്ത് ഒരു ബേസിക് കോഴ്സ് ഉണ്ടാവും, ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് കോഴ്സ്, ഇൻട്രാഡേ മാസ്റ്റർ ട്രേഡിംഗ് പ്രോഗ്രാം, പോർട്ട്ഫോളിയോ ഡിസൈനിങ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, 1200 ട്രേഡുകളുടെ പ്രാക്ടീസ് വിത്ത് മെന്റർ, ലൈവ് കമ്മ്യൂണിറ്റി, സ്ക്രീനർ, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് നമ്മൾ തിരിച്ചിങ്ങോട്ട് തരണം. റൈറ്റ്, ആ രീതിയിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു പൂർണ്ണമായ ചക്രം ഉണ്ടല്ലോ, ഒരു ഓണം ടു അടുത്ത ഓണം എന്ന് പറയുന്ന പോലെ ഒരു പൂർണ്ണമായ ചക്രം ഫിനിഷ് ആവുമ്പോഴാണ് നമുക്ക് നിങ്ങളെ ഒരു അനലിസ്റ്റ് എന്ന് പറയാൻ പറ്റുക. ആ ഒരു സംഗതിയിൽ നിങ്ങൾ അതിനെന്താ ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിന്റെ ക്വാളിഫിക്കേഷൻ മതി. കാരണം കോമൺ സെൻസ് മതി, ബുദ്ധിയുടെ ആവശ്യമില്ല. ആ, ഏതാണ്? യെസ് ഗുഡ് ക്വസ്റ്റ്യൻ. ടൈം പീരീഡ് നമ്മുടെ ഇത്രയും വരുന്ന പ്രോഗ്രാം നമുക്കൊരു 3 മന്ത് കൊണ്ട് നമുക്ക് നേരിട്ടിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. നിങ്ങളെ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് എല്ലാ സ്റ്റോക്കിന്റെയും ക്ലാസ്സിൽ ഇരുത്തിക്കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ടെക്നിക്കലി ചാർട്ടൊക്കെ റീഡ് ചെയ്യിപ്പിച്ച് ട്രെൻഡ് പറയിപ്പിക്കും ക്ലാസ്സിൽ തന്നെ. ഒരു 3 മന്ത് ടൈം നമുക്ക് വേണം. അത് കഴിഞ്ഞ് ഒരു 1 മന്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ എടുക്കും. ടോട്ടലി ഒരു 4 മന്ത് കൊണ്ട് നിങ്ങളൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഈ അത് കഴിഞ്ഞിട്ട് ക്ലാസിന്റെ ടൈമിംഗ് എങ്ങനെയായിരിക്കും? കാര്യം ഇന്ത്യൻ ടൈം നമ്മൾ അടുത്ത ബാച്ച് ഇതാ വരുന്നു April 29 നിങ്ങൾ ചോദിക്കും. April 29 നമ്മുടെ അടുത്ത ക്ലാസ്സുകൾ വരുന്നത്. April 29 നമ്മൾ ഇന്ത്യൻ ടൈം 9 മണി, ഇന്ത്യൻ ടൈം 9 to 10 മണി വരെ നമ്മൾ ക്ലാസ് നടത്തും. നൈറ്റ് അപ്പോൾ ബാച്ച്. ഏതായിരുന്നു? നൈറ്റ് ബാച്ച്. നൈറ്റ് ഡേ ബാച്ച് ടൈമിലല്ലോ. നടത്തും. നൈറ്റ് ബാച്ച് നടത്തുന്നു. April 29 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വീക്കിലി ഷെഡ്യൂൾ തരും കേട്ടോ. വീക്കിലി 3-4 ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാ സൺഡേയും നമ്മൾ ഗ്രൂപ്പിൽ ഇനി അടുത്ത വീക്കിലെ ക്ലാസ്സുകൾ എന്താണെന്നുള്ളത് ഇടും. ഇൻ കേസ് നിങ്ങൾ ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മനുഷ്യന്റെ കാര്യമുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിച്ച് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മെന്ററുടെ അടുത്ത് അവർ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ്സിന്റെ ഇതേപോലെ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. അത് കഴിഞ്ഞ് നേരിട്ട് നിങ്ങൾക്ക് എന്നോട് കണക്ട് ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോവാം. അല്ലേ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇതിൻ്റെ അകത്ത്? ആരാണ് ഈ ക്ലാസ് എടുക്കുന്നത്? ഒരാൾ തന്നെ ആയിരിക്കുമോ? ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു ബിസിനസ് പ്രോഗ്രാം കാണുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ കുറച്ച് കുട്ടികളെ നമുക്ക് ട്രെയിൻ ചെയ്ത് ക്ലാസ് എടുക്കാൻ കയറ്റി കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് പരിപാടിയാവും. കാരണം നമുക്ക് മൾട്ടിപ്പിൾ ബാച്ച് ഇട്ട് ഓപ്പൺ ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ ക്വാളിറ്റിയിൽ വളരെയധികം ഫോക്കസ്, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത്, അതിൽ ഞാൻ മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ. ഈവൻ എനിക്കൊരു പനി വന്നാൽ പോലും ഞാൻ വേറൊരാൾ ഇടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലീറ്റ് പ്രോഗ്രാം ഇത് ഞാൻ ഡിസൈൻ ചെയ്ത പ്രോഗ്രാമാണ്. ഇതിലെ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസ് എല്ലാം മൈ ഓൺ റിസർച്ച് ആണ്. ഇതിൽ ബുക്കിൽ നോക്കിയാൽ കാണില്ല അത്. അപ്പൊ അത് ഞാൻ പ്രൂവ് ചെയ്യുകയും ചെയ്യും. 30,000. ഓക്കെ, അത് നിങ്ങൾക്ക് 2 ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് അടയ്ക്കും. ഒരു ഇൻസ്റ്റാൾമെന്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഓക്കെ, എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും വണ്ടർ ആക്കുന്ന കുറെ കണ്ടന്റുകൾ നമ്മുടെ ഉണ്ട് കേട്ടോ. അതിലെ ടെക്നിക്കൽ അനാലിസിസ് ഞാൻ അതിലേക്ക് പോകാത്തതാണ്. ഇതിലെ ടെക്നിക്കൽ അനാലിസിസ് ഒരു സ്റ്റോക്ക് 2%, 3% പോകുന്ന പോക്കൊന്നുമല്ല നമുക്ക് കാണേണ്ടത്. നിങ്ങൾ ചിലത് ന്യൂസുകൾ കാണാറില്ലേ?
നിക്ഷേപകർക്ക് മൾട്ടിപ്പിൾ ആയിട്ട് വെൽത്ത് ഉണ്ടാക്കി കൊടുത്ത സ്റ്റോക്ക്, അതിനൊരു ടെക്നിക്കൽ ജേണി ഉണ്ട്. ആ ടെക്നിക്കൽ ജേണി ഒക്കെ നമ്മൾ ഭംഗിയായി റിസർച്ച് ചെയ്തൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യും. യു വിൽ വണ്ടർ അവിടെ ഒരു വണ്ടർ ഉണ്ടാവും. അതായത് 100% സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാൻ പറ്റും. അവിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാത്രമല്ല കേട്ടോ, സ്റ്റോക്ക് എന്നാ ഞാൻ പറയുന്നത്, ഗ്ലോബലാണ് ഞാൻ പറയുന്നത്, ഗ്ലോബൽ. ഞാനൊക്കെ പഠിച്ചത് US സ്റ്റോക്ക് മാർക്കറ്റാ, വർക്ക് ചെയ്ത് ഖത്തർ മാർക്കറ്റാ, പഠിപ്പിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റാ. കാരണം എന്താ, എല്ലാ മനുഷ്യന്മാരും ഒരേ രീതിയിലൂടെ അല്ലേ ബാല്യം കൗമാരം യൂത്ത് വാർദ്ധക്യം എന്ന് പറഞ്ഞ് പോകുന്നേ. സർ എല്ലായിടത്തും സെയിം ലാംഗ്വേജാ. സമയം സർ ആ വൺ ടൈം ആയിട്ട് 30,000 അടക്കേണ്ട ആവശ്യമില്ല. വൺ ടൈം ആയിട്ട് 30,000 പർച്ചേസ് അടയ്ക്കേണ്ട. നിങ്ങൾക്ക് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടപ്പിക്കുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റിയും കൂടെ ബോധ്യപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഒരു ട്രേഡ് ചെയ്യാറുണ്ടോ? ആ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ്. ഞാൻ ഇത് എന്താ വരാത്തേന്ന് വിചാരിക്കുകയായിരുന്നു. പിന്നെന്താ, ട്രേഡ് നമ്മൾ ലൈവ് കമ്മ്യൂണിറ്റി ഡെയിലി ട്രേഡിംഗ് ഉണ്ട്. മോർണിംഗ് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് കയറുമ്പോൾ 10:15 മുമ്പ് നിങ്ങൾക്ക് അന്നത്തെ നമ്മൾ പഠിച്ച രീതിയിലുള്ള സ്റ്റോക്ക് ഗ്രൂപ്പിൽ വരും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു ലൈവ് ട്രേഡിംഗ് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ഞാനത് സിസ്റ്റത്തിന്റെ മുമ്പിൽ നിന്ന് റെക്കോർഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് അത് കാണാം കേട്ടോ, ആ ലിങ്ക് അയച്ചു തരുവേ. ലൈവ് ട്രേഡ് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റ്മെന്റും ചെയ്യാറുണ്ടല്ലോ, പണി അറിയണ്ടേ പിന്നെ, റൈറ്റ്. വൺ സെക്കൻഡ് കേട്ടോ, ഒരു വൺ ഇന്നലെ സെക്കൻഡ് ഒരു പ്ലീസ്. ലൈവ് ട്രേഡ് ഉണ്ടായിരുന്നല്ലോ സർ. വൺ സെക്കൻഡ്. അതായത് ലൈവ് ട്രേഡ് ചെയ്തിട്ട് ഞാൻ സക്സസ് ആയി, അതല്ല കേട്ടോ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാ. പോർട്ട്ഫോളിയോ, നിങ്ങൾ സക്സസ്ഫുൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറ്റണം കേട്ടോ. ഇപ്പൊ എന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ലാസ്റ്റ് ട്രേഡ് ആണ്, 8 ട്രേഡ് ബാലൻസ് ഉള്ളൂ. 6,76,000 ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, കറണ്ട് വാല്യൂ 11 ലക്ഷം. ദാറ്റ് മീൻസ് 5,17,325 ഇസ് എ പ്രോഫിറ്റ് 76%. ഇത് എങ്ങനെ പോയാലും ഒരു 250% ആവും. അതിനൊരു കാരണമുണ്ട്. ഓക്കെ, ആ കാരണം ഐഡന്റിഫൈ ചെയ്യണം. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി ഒന്നുമല്ല, വലിയ കോംപ്ലക്സ് ഉള്ള പരിപാടി ഒന്നുമല്ല. നമ്മുടെ മൈൻഡിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേട്ടാൽ നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയാ കുറെ പിക്ചറുകളില്ലേ, കുറെ ഒരു ഗ്രാഫ് അങ്ങനെ പോകുന്നു, കുറെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു, ഒരു BBC-യുടെ NDTV-യുടെ ചാനൽ വയറൊക്കെ വീർപ്പിച്ച് മുടിയൊന്നും ഇല്ലാത്ത കോട്ടിട്ടുള്ള ഒരു അപ്പാപ്പൻ ഇരിക്കുന്നു, അതാണ് അനലിസ്റ്റ്. ഇതൊക്കെ ഇല്ല സാധനല്ലേ, ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാ. കിച്ചണിൽ നമ്മൾ അരി വെക്കുന്നതും ഡ്രൈവ് ചെയ്യുന്നതുമായ സംഗതി വെച്ചിട്ട് അഡ്വാൻസ്ഡ് ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് പഠിക്കാൻ പറ്റും. അഡ്വാൻസ്ഡ്. അവിടെ 6 മാസത്തെ PNL കാണിക്കാൻ പറ്റുമോ സെറോദയില് ഇൻട്രാഡേ ട്രേഡ് ചെയ്ത്? 6 മാസത്തെ പ്രോഫിറ്റ് ഇല്ല ആൻഡ് ലോസ് ഇൻട്രാഡേ ഇല്ല, ഞാൻ സെറോദയിലല്ല. നമുക്ക് സെറോദയിലല്ല കേട്ടോ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം. ഇൻട്രാഡേ ചെയ്യുന്നത് കോമ്പോസിറ്റഡ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ്. ആ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാറ്, ഈ പ്ലാറ്റ്ഫോമിലല്ല. സെറോദയിൽ നമ്മൾ ചെയ്യില്ല. സെറോദയിൽ നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കുന്ന സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് നോക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. എല്ലാവരെ കൊണ്ടും സെറോദയിൽ നമ്മൾ ചെയ്യിക്കുന്നത് ചാർട്ട് ട്രേഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതി മാത്രമേ ചെയ്യിക്കുള്ളൂ. ഞാൻ ഏകദേശം 7 വർഷത്തോളമായി മാർക്കറ്റ് പ്രൊഫൈല്, ബുക്ക് മാപ്പ് ഒക്കെ പഠിച്ചതാണ്. അവിടെ ഒരു കാര്യം, വെയിറ്റ്, ഒരു കാര്യം. അതായത് ഒരു കാര്യം, ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന ടെക്നിക്കൽ അനാലിസിസിലേക്ക് ഞാൻ പോണ്ടി വരും, എന്നാലും പോവാം, റൈറ്റ്. അതായത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു സംഗതിയിൽ 6,500-ൽ പരം ടൂളുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ മര്യാദക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6,500 വീഡിയോ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് നമുക്ക്. ചില ആളുകൾ 60 വീഡിയോ കഴിഞ്ഞപ്പോൾ നിർത്തി പരിപാടി. താങ്ക് ഗോഡ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ 6,500 വീഡിയോ ഈ ടൂളുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, ഭംഗിയായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കാം. അപ്പോൾ അവിടെ ഒരു പ്രധാന സംഗതി വെച്ചാൽ ഇതെല്ലാം. അപ്പോൾ ഈ ചോദിക്കും, ഈ 6,500 ടൂളുകളും വർക്കിംഗ്, അപ്പോൾ ബിഗിനേഴ്സ് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ളവരോടാ ഇതൊക്കെ നമുക്ക്. ബിഗിനേഴ്സ് ബിഗിനേഴ്സ് മൈൻഡ് ചെയ്യണ്ടെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. ബിഗിനേഴ്സ് മൈൻഡ് ചെയ്യണ്ടെന്നുള്ളത് കാര്യം മാത്രമല്ല, ബിഗിനേഴ്സിനെ വെച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ നമ്മൾ ഇന്നസെന്റ് ഇങ്ങനെ മിഥുനത്തിലിരിക്കണം, അത് കുറെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കില്ലേ. അങ്ങനെ ഇരുന്ന് അവസാനം ബിഗിനേഴ്സിന് അഡ്വാൻസ് സംഗതികൾ എത്തിയപ്പോൾ അവര് പുല്ല് പോലെ പഠിച്ചു പോയപ്പോൾ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമ്മളെടുത്ത് വന്നിട്ടുള്ള ആളുകൾ, അവർക്ക് ഞാൻ 2ാമത് ക്ലാസ് വെച്ചിട്ട് ഇവർ ഒപ്പാക്കേണ്ടി വന്നിട്ടുണ്ട്, റൈറ്റ്. ഞാൻ ഇതിന്റെ സബ്ജക്ട് പറയാം. അപ്പൊ എന്താ സംഗതി വെച്ചാൽ ഈ 6,500 ടൂളുകളും വർക്കിംഗ് ആണ് കേട്ടോ, വർക്കിംഗ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ട് പറയാം, ഞാൻ ഇതിൻ്റെ അകത്തൊരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ടെക്നിക്കൽ റിസർച്ച് പ്രോഡക്റ്റാണ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ ഞാൻ ചലഞ്ച് ചെയ്യും, ബിക്കോസ് ഐ എം മാസ്റ്റർ ഓൺ ഇറ്റ്. അതുകൊണ്ട് തന്നെ 6,500-ഓളം ടൂളുകൾ സക്സസ്ഫുൾ ആണ്. പക്ഷേ എല്ലാ സ്ഥലത്തുമല്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് 6,500 ആൾക്കാരോട് പോയി കഴിഞ്ഞാൽ എനിക്ക് സംസാരിച്ചിരിക്കാൻ പറ്റില്ല. എനിക്ക്
ഇഷ്ടമുള്ള ചില ക്യാരക്ടറുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ കൂടുതൽ സംസാരിക്കുള്ളൂ, റൈറ്റ് അല്ലേ? അതേപോലെ തന്നെയാണ് ഈ 6000 നിങ്ങൾ യൂട്യൂബിൽ ടെക്നിക്കൽ അനാലിസിസിന്റെ ലക്ഷക്കണക്കിന് വീഡിയോസ് കണ്ടോ, പക്ഷെ അതിൽ ഒരു കാര്യം മിസ്സിംഗ് ആണ്. എന്താണെന്നറിയോ? ഓരോ ടൂളും ഏറ്റവും നന്നായി എവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ഒരു വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അത് ബുക്കിലില്ല. അത് കിട്ടണമെങ്കിൽ റിസർച്ച് ചെയ്ത് ബാക്കിലോട്ട് ഇറങ്ങേണ്ടി വരും. ഓക്കെ, എഡിസൺ റിസർച്ച് ചെയ്ത് ബൾബ് ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, അയാൾ എങ്ങനെയാ റിസർച്ച് ചെയ്തെന്ന് പറഞ്ഞ ഒരു കഥയായിരുന്നു. 10,000 തവണ ആള് ഫെയിലായി എന്ന്. അതായത് നമ്മൾ റിസർച്ച്, എൻ്റെ റിസർച്ച് ജേണിയിലെ കേസും ഇതേപോലെ ഒരു സംഗതിയുണ്ട്. നമ്മളൊരു ടെക്നിക്കൽ ടൂൾസ് വെച്ച് നമ്മൾ ബാക്കിലോട്ട് ചാർട്ട് അനലൈസ് ചെയ്ത് ഒരു ബാക്കിലേക്ക് 3 വർഷം പോകുമ്പോൾ ഒരു സംഗതി കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് പോകുമ്പോൾ ബാക്ക് 4ാമത്തെ വർഷം തൊട്ട് പിന്നെ അത് വർക്കിംഗ് അല്ല. ഓക്കെ, അവിടെ അപ്പൊ പട്ടണം പൊട്ടി, അവിടെ നിന്ന് ഒരു സാധനം കിട്ടും, അത് ആഡ് ചെയ്തു, ബാക്കിലേക്ക് പോയി, അങ്ങനെ ബാക്കിലേക്ക് ഒരു 25 ഇയർ കോമൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന വെറും 7 ടൂളേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുള്ളൂ. എല്ലാ സ്ഥലത്തും അത് പ്രോപ്പറായിട്ട് വർക്കിങ്ങും ആയിരിക്കും. കാരണം വെച്ചാൽ അത് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. നമ്മളും അങ്ങനെയാണ്. എല്ലാവരോടും സംസാരിക്കാൻ നമ്മൾ ഓക്കെ അല്ല. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രമേ സംസാരിക്കുള്ളൂ. അതേപോലെ എനിക്ക് താല്പര്യം ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ആളാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഫൈൻ, ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോൾ പറഞ്ഞ എൻ്റെ അടുത്ത് ഞാൻ ആദ്യം ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞില്ലേ, ആദ്യം എല്ലാവരും കേൾക്കും കേട്ടോ. അതായത് നമ്മൾ പറയില്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല, ഞാൻ വണ്ടിയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിൽ തന്നെ കുറേ ടൈപ്പ് ആംബുലൻസിൽ കുറച്ചും കൂടെ സ്പീഡിൽ കൊണ്ട ആംബുലൻസിൽ അതുമ്പോഴാണ് എനിക്ക് താല്പര്യം എന്ന് പറയുന്ന ഒരു പരിപാടി പോലെയാണ്. ഇപ്പോൾ ഇത് വല്ല വിചാരിക്കരുത് കേട്ടോ, ഞാനൊരു ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഇതിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ അതേ രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാറ് പോലും നമുക്ക് പ്രോപ്പറായിട്ട് ഓടിക്കാൻ പറ്റാത്ത ഒരാള് പോയിട്ട് ആംബുലൻസിൽ തന്നെ ഒരു ഹയർ ആംബുലൻസ് ഉണ്ടെങ്കിൽ അതുമ്മ പോയി തൊട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഗതിയുടെ ഒരു സംഗതി. അതിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തില് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, റൈറ്റ്? ആ പ്രോഡക്റ്റ് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ആണല്ലോ അത്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന്റെ അണ്ടറിലാണ് ഓപ്ഷനും ഫ്യൂച്ചറും ഒക്കെ ഉള്ളത്. ഡെറിവേറ്റീവ്സ് എന്നാണ് അതിന് സബ്ജക്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. എന്താ ഡെറിവേറ്റീവ്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിറൈവ്ഡ് ഫ്രം സംതിങ്, എന്തിൽ നിന്നോ ഉരുത്തിരിഞ്ഞതാണ്, അല്ലെ? പാലിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് തൈര്, മോര്, വെണ്ണ, സംഭാര, ഐസ്ക്രീം ഒക്കെ. അപ്പോൾ പാലിന്റെ ഉപോൽപ്പന്നമാണ്. അപ്പൊ ഡെറിവേറ്റീവ് ഒരു ഉപോൽപ്പന്നമാണ്. എന്തിന്റെ? മാർക്കറ്റിന്റെയോ ഷെയറിന്റെയോ. ബിക്കോസ് ദിസ് ഈസ് ഷെയർ മാർക്കറ്റാ, അല്ലെ? പേരങ്ങനെയല്ലേ? ഷെയറിന്റെ ഉപോൽപ്പന്നമാണ് ഷെയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. പ്ലീസ് അത് മനസ്സിലായി എനിക്ക്. ഞാൻ ഇതിന് ജനറലി പറയും, നിങ്ങൾക്കും കിട്ടും, ശ്രദ്ധിക്കൂ. അതായത് ഈ ഓപ്ഷൻ എന്ന് പറയുന്ന സംഗതി ഒരു ഡെറിവേറ്റീവാ. എന്തിന്റെ ഡെറിവേറ്റീവ്? മാർക്കറ്റിന്റെയോ ഷെയറിന്റെയോ ഡെറിവേറ്റീവ്. അപ്പൊ ഷെയർ എങ്ങോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റാത്ത ഒരാൾക്ക് പാലിന്റെ വില കൂടുമോ എന്ന് പറയാൻ പറ്റാത്ത ഒരാൾക്ക് തൈര് പിടിച്ചിട്ട് കാര്യമില്ല, മോര് പിടിച്ചിട്ട് കാര്യമില്ല. സോ ഓപ്ഷനിൽ മാസ്റ്റർ ആകണമെങ്കിൽ ആദ്യം അതിന്റെ മദർ പ്രോഡക്റ്റ് ഇൻഡെക്സിന്റെയോ ഷെയറിലോ മാസ്റ്റർ ആവണം. അതിന്റെ ടെക്നിക്കൽ അനാലിസിസിൽ മാസ്റ്റർ ആവണം. ഒരു ഷെയറിൽ മാസ്റ്റർ ആവണം. ഇക്വിറ്റിയിൽ മാസ്റ്റർ ആവണം. ഇക്വിറ്റിയിൽ ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് ട്രെൻഡ് മാത്രം മതി. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അഡ്വാൻസ്ഡ് ആളോട് മാത്രമാണ് സംസാരിക്കുന്നത്, ബിഗിനർ അല്ല. ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് ട്രെൻഡ് മാത്രം മതി. യെസ് ഓർ നോ? ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് ട്രെൻഡ് മാത്രം മതി. പക്ഷെ ഓപ്ഷനിലോ ട്രെൻഡ് മാത്രം പോരാ. അവിടെ എക്സ്പയറി മാനേജ് ചെയ്യാൻ അറിയണം, വോളാറ്റിലിറ്റി മാനേജ് ചെയ്യാൻ അറിയണം. ട്രെൻഡ് പോലും മര്യാദയ്ക്ക് മനസ്സിലാകാത്ത നമുക്ക് എങ്ങനെയാണ് ഇത് ബാലൻസ് ഉള്ള രണ്ടും മനസ്സിലാവാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, മദർ പ്രോഡക്റ്റിന്റെ ടെക്നിക്കൽ ജേണി നന്നായി പഠിക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റുമേ തൊടാം. ബിക്കോസ് ട്രെൻഡ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കിയെല്ലാം വന്നോളും. ഓക്കെ, സോ അത് ആദ്യം നന്നായിട്ട് കാർ ഓടിക്കൂ, അതിനുശേഷം ആംബുലൻസിൽ തൊടാം. ദാറ്റ്സ് മൈ പ്രോസസ്സ്. അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് ശേഷമേ നമ്മൾ ഓപ്ഷൻസിൽ തൊടാവുള്ളൂ. സോ ആദ്യത്തെ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഈ കോഴ്സിൽ ഓപ്ഷൻ ഇതും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഓപ്ഷൻ പഠിപ്പിക്കുന്നില്ല. We are focusing on equity and fundamental. ഓപ്ഷൻ പഠിപ്പിക്കുന്നില്ല. സാറ് പറയുന്നത് അതിന്റെ നമുക്ക് ഓക്കെ, അത് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. അത് പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മേലോട്ടോ താഴോട്ടോ ഒന്ന് മനസ്സിലാവും. ഓക്കെ, അതെ, ആ ടെക്നിക്കൽ ജേണി നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ പറയണെന്ന് വെച്ചാല് ഒരു ബാല്യം, വാർദ്ധക്യം, കൗമാരം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മാർക്കറ്റോ ബാങ്ക് നിഫ്റ്റിയോ മുകളിലേക്കോ താഴേക്കോ ആണ് പോകാൻ ആദ്യം പഠിക്കൂ. അതിനുശേഷമല്ലേ ഏത് പ്രോഡക്റ്റ് എന്ന് തിരഞ്ഞെടുക്കേണ്ടത്. റെസോർണോ അല്ലേ? നിങ്ങള് സാറ് പറയുന്നത് നമുക്ക് 7 സ്ട്രാറ്റജി പഠിപ്പിച്ചിരുന്നാണോ? അവിടെ വീണ്ടും പോയി. അതായത് നോളേജ് എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 10% ഉള്ളൂ. അതിന് മണി മാനേജ്മെന്റിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചിട്ട് നോളജ് വളരെ മോശമെന്നല്ല, ഏറ്റവും നല്ല സ്ട്രാറ്റജി തന്നെ നമ്മൾ പഠിക്കണം. എന്നിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞത്.
സോ മണി മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എനിക്ക് മനസ്സിലായി. ഇപ്പൊ 1,00,000 ഉറുപ്പ ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മളിപ്പോ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ആണ് ചെയ്യേണ്ടത്. 1 ലാഖിൽ നമ്മൾ നമ്മളുടെ ഇതിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, നിങ്ങളെ നല്ല സ്വിങ്ങിന്റെ മാസ്റ്റർ ആക്കും ഞാൻ. ഓക്കെ, ഞാൻ ചെയ്യുന്നത് നിങ്ങളെ നല്ല സ്വിങ്ങിന്റെ മാസ്റ്റർ ആക്കും, നല്ല ഇൻട്രാഡേയുടെ മാസ്റ്റർ ആക്കും. റൈറ്റ്? സ്വിങ്ങിന്റെ മാസ്റ്റർ ആയ ഒരാള് ഇൻട്രാഡേ രണ്ടാമത് പഠിക്കുകയും വേണ്ട. അതായത് നമ്മൾ പറയില്ലേ ഇൻട്രാഡേ വേറെയാണ്, ഇൻവെസ്റ്റ്മെന്റ് വേറെയാണ്, ഇതിൽ ഒന്നും വേറെയല്ല, ഒക്കെ ഒന്നാ. ഓ, ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, എല്ലാം ഒന്നാ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പൊ ഞാൻ നിങ്ങളെ സ്വിങ്ങിന്റെ മാസ്റ്റർ ആക്കും എന്ന് പറഞ്ഞല്ലോ. 5 days 10 ദിവസം കൊണ്ട് ഒരു 15% സ്റ്റോക്ക്, 15% കയറുന്ന സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുക എന്ന് വിചാരിക്കൂ. അതാണ് നമ്മൾ ചെയ്യാന്ന് വിചാരിക്കും. 10 ദിവസം കൊണ്ട് ഒരു 15% കയറുന്ന സ്റ്റോക്കിൽ നിങ്ങൾ മാസ്റ്റർ ആണ്. അങ്ങനത്തെ സ്റ്റോക്ക് എടുക്കൽ നിങ്ങൾ മാസ്റ്റർ ആണ്. അപ്പൊ 10 ദിവസം കൊണ്ടല്ലേ ഈ സ്റ്റോക്ക് 15 ദിവസം പോകുന്നേ. ഇനി ഇൻട്രാഡേ ചെയ്യാൻ വേറെ സ്റ്റോക്ക് വേണോ? 10 ദിവസങ്ങളിലൂടെ ഇത് കയറി കയറി പോകുമെന്ന് മാസ്റ്റർ ആയിരിക്കുന്ന നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാൻ ഇതുപോരെ, ഇനി വേറെ സ്റ്റോക്ക് വേണോ? സോ ഇത് ജേണി സെയിം അല്ലേ? ഓക്കെ, ഇപ്പൊ ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്നു എന്ന് വിചാരിക്കും. ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു ട്രെയിൻ. ഓക്കെ, അത് ഉറപ്പായിട്ടുള്ളത് കൊണ്ടല്ലേ തൃശ്ശൂർ ഇറങ്ങാലോ. റൈറ്റ്? അതെന്തുകൊണ്ട് ഇറങ്ങുന്നു തൃശ്ശൂർ? എന്തുകൊണ്ട് തൃശ്ശൂർക്ക് പിടിക്കുന്നു? അത് ബാംഗ്ലൂർക്ക് പോകുന്ന ട്രെയിനായത് പിടിക്കുന്നു. സോ സ്വിങ്ങിന് പോകുന്ന സ്റ്റോക്കിനെ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ പിടിക്കാം. ഡോണ്ട് വറി. ഓക്കെ, ശരി. അതായത് നമ്മളിങ്ങനെ എല്ലാ സാധനത്തിനും പിടിക്കാതെ, ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. എന്താണെന്നറിയോ? മങ്കി മൈൻഡാണ്. അതൊട്ട് ഇതൊട്ട് ഇതൊട്ട്. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാല് ബ്രൂസ്ലി പറഞ്ഞൊരു സാധനമാണ് മാസ്റ്റർ ഓഫ് വൺ. മാസ്റ്റർ ഓഫ് വൺ എന്ന് പറഞ്ഞ സാധനം എന്താ? 10,000 അടവെടുത്തിട്ട് ഓരോ തവണ ചെയ്യുന്നതിലല്ല കാര്യം. ഒരടവെടുത്ത് 10,000 തവണ ചെയ്ത് നോക്കിയേ, പിന്നെ അങ്ങനെയുള്ള ആളെ പേടിയാന്നാ ബ്രൂസ്ലി പറഞ്ഞത്. ഫോക്കസ് ഓൺ ദാറ്റ്. എങ്കിലേ അതിനെയാണ് നമ്മള് കൺസിസ്റ്റൻസി എന്ന് പറയാ. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എന്ത് വരും? ക്രെഡിബിലിറ്റി വരും. റൈറ്റ്? ലാസ്റ്റ് ചോദ്യം ലാസ്റ്റ് ചോദിക്കൂ. പിന്നെ അതായത് വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മടുപ്പാവണ്ട. പറഞ്ഞു ചോദിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലീസ്. ലാസ്റ്റ് എന്റെ ഫ്രണ്ട് ഒരാളും കൂടി ഉണ്ട്, മൂപ്പര് ചോദിക്കും. സിദ്ദിഖ് ഭായ്, ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ തരുന്ന സ്റ്റോക്ക് നമുക്ക് ഏകദേശം ഇപ്പൊ 1000 റുപ്യന്റെ സ്റ്റോക്കാണ്, നമുക്ക് ആകെ 100 ക്വാണ്ടിറ്റിയിലെ വാങ്ങാൻ പറ്റും. അപ്പൊ നമുക്ക് മാക്സിമം എത്ര വരും? അത് എങ്ങനെ 100 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റുള്ളൂ? ബാക്കി അതന്നെ. അപ്പൊ നമുക്ക് 1,00,000 രൂപക്ക് 100 ക്വാണ്ടിറ്റിയിലെ വാങ്ങാൻ പറ്റുമോ? അത് തെറ്റാ. അവിടെ തെറ്റി. കാരണം മണി മാനേജ്മെന്റ് തെറ്റാ. അതൊരു പ്രോഡക്റ്റാ. നിങ്ങൾക്ക് തോന്നുന്ന ക്വാണ്ടിറ്റി ഒന്നും അല്ല നമ്മൾ വാങ്ങിക്കുക. നമുക്ക് അനുവദനീയമായ ഒരു സാധനമുണ്ട്, അതിലേക്കാണ് നമ്മൾ പോവുക. അതിന് ക്വാണ്ടിറ്റി മാനേജ്മെന്റ് എന്നൊക്കെ പറയും. ആ ക്വാണ്ടിറ്റി മാനേജ്മെന്റ് ഒന്നും നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ മണി മാനേജ്മെന്റ് ഇത്ര ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന ക്വാണ്ടിറ്റി അല്ല, വിട്ടോളൂ അത്. അതായത് ക്വാണ്ടിറ്റി മാനേജ്മെന്റ് വേറെയാ. അത് നിങ്ങൾ വിചാരിക്കണ്ട സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് അല്ല. മണി മാനേജ്മെന്റ് ടീം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ 50 ക്വാണ്ടിറ്റി ആണ് വാങ്ങിയത്, നമുക്ക് 100 പോയിന്റ് കയറി കഴിഞ്ഞാൽ 5,000 റുപ്യ കിട്ടുമോ? അതാണ് ഇല്ല. ഈ തോട്ടേ മിസ്റ്റേക്കാട്ടോ. എൻറ്റയർലി റോങ് തോട്ടാ. ഇത് നോർമൽ തോട്ടാ. ഈ തോട്ടിൽ നമ്മൾ നിർത്തി ഇതിനെ കട്ട് ചെയ്ത് കളയും നമ്മള്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം എന്താ? 1 lakh ക്യാപിറ്റൽ കൊണ്ടുവന്ന് 100 ട്രേഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ മുകളിൽ നിൽക്കുന്ന പരിപാടിയല്ലേ. അതിന് നിങ്ങൾ ഈ പറഞ്ഞ സാധനം കൊണ്ട് എത്തൂല. അത് വേറെ രീതിയിലാ. ക്വാണ്ടിറ്റി മാനേജ്മെന്റ് നമ്മൾ ചെയ്തു തരും എങ്ങനെയാന്നുള്ളത്. അത് വേറെ രീതിയിൽ നിങ്ങൾ പറയുന്ന പോലെ അല്ല കേട്ടോ. എക്സ്ട്രീംലി ഓപ്പോസിറ്റാ. അത് പ്രോഡക്റ്റ് ആണ്. അതെനിക്കത് കൂടുതൽ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടെ ബോർഡ് വേണ്ടി വരും. ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് അത് നിങ്ങൾ പറയുന്ന പോലെ അല്ല കേട്ടോ. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ 1 lakh കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് 100 ട്രേഡ് നിങ്ങൾ ഷെയറിന്റെ വില എന്ത് തന്നെ ആയിക്കോട്ടെ, 1000 10,000 നെവർ മൈൻഡ്, നോ പ്രോബ്ലം. ഓക്കെ, അത് നമുക്ക് പ്രൂവ് ചെയ്യാട്ടോ. പ്രൂവ് ചെയ്യാമേ. ശരി. സർ പറഞ്ഞോളൂ. നെക്സ്റ്റ് സാർ നമസ്കാരം. പ്രശോഭാണ്. പ്രശോഭ് പറയൂ പ്ലീസ്. സാർ ക്വാളിറ്റി ഓഫ് ദ മെന്റർ ഇമ്പോർട്ടന്റ് അല്ലേ? ക്വാളിറ്റി ഓഫ് ദ മെന്റർ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അഭിപ്രായത്തില് ഞാൻ ഒരു കാര്യം പറയാം. ക്വാളിറ്റി ഓഫ് മെന്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാനായിരിക്കും എത്ര വരെ ഈ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതായത് കുറെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മളെ പഠിപ്പിച്ചു തരില്ല കോഴ്സ് ചേർന്ന് കഴിഞ്ഞിട്ട്. പക്ഷെ സാറിന്റെ ഇൻട്രോ കേട്ടിട്ട് എനിക്ക് വെരി വെൽ ഇംപ്രസ്ഡ്. അപ്പൊ അത് നന്നായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ടെക്നിക്കലോ ഫണ്ടമെന്റലോ ഇപ്പൊ 4 വർഷം 10 വർഷം ആയെന്ന് അങ്ങനെ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാറിന്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ 4 വർഷമായി, ഞാൻ 4 വർഷമായി. പക്ഷെ മനസ്സിലായി. നമ്മൾ ഈ എക്സ്പീരിയൻസ് പറയണതേ, നമ്മളല്ലേ ഒരു കാര്യമില്ല. പറഞ്ഞോ എക്സ്പീരിയൻസ് പറഞ്ഞ
ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 20 വർഷം ഏജ് ഉള്ള ആൾക്കാരാണ് നമ്മൾ. ഒരു അക്കൗണ്ടിങ് ഒരു പരിപാടി ചെയ്യും, 20 വർഷം ഇത് തന്നെ വരും. എന്ത് എക്സ്പീരിയൻസ് അതിലുള്ളത്? എന്ത് ന്യൂ നോളജ് ആൾക്കുള്ളത്? ഒന്നുമില്ലല്ലോ. വേറൊരു അതെ കാര്യം, അതെ നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? ഇത് ഞാൻ ഡിസൈൻ ചെയ്ത സാധനം ആയതുകൊണ്ട്. സോ നിങ്ങൾ പഠിച്ച അതെ ടെക്നിക്കലും ആയിരിക്കില്ല, നിങ്ങൾ പഠിച്ച ഫണ്ടമെന്റലും ആയിരിക്കില്ല. ഓക്കെ, അതൊരു ഞാൻ ട്രസ്റ്റ് ചെയ്ത് തരാം. അതെ, പേഴ്സണലായിട്ട് പ്രോഗ്രാം സാറിന് കഴിഞ്ഞിട്ട് അറിയാത്തത് ആ കൊണ്ടുള്ള ചോദ്യം. എങ്ങനെ ക്വാളിറ്റി ഓഫ് ദ മെന്റർ പേഴ്സൺ അതല്ലേ ചോദിച്ചേ? അതെ അതെ ക്വാളിറ്റി ഓഫ് ദ പേഴ്സണലായിട്ട് മെന്റർ സാറിന് അറിയാത്തത് കൊണ്ടുള്ള ക്വാളിറ്റി ഓഫ് ദ മെന്റർ ക്വാളിറ്റി ഓഫ് ആ ദ മെന്ററിൽ ഞാനാണ് ഒരു സ്റ്റുഡന്റ് എന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു അത് പറയട്ടെ. ആ ക്വാളിറ്റി ഓഫ് ദ മെന്ററിൽ ഞാനാണ് സ്റ്റുഡന്റ് എങ്കിൽ ഞാൻ എന്റെ മെന്റർ ചൂസ് ചെയ്യുന്നതല്ലേ? ഞാൻ ആ പറയാം. അതെ 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 അതല്ലേ നല്ലത്? അതെ യെസ് പ്ലീസ്. അതെ, ഒന്ന് സൈലന്റ് ആവും. എന്റെ മെന്റർ ഞാൻ എന്റെ മെന്റർക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കൂല. പ്ലീസ് ഇല്ല പ്ലീസ് ഒന്ന് സൈലന്റ് ആവൂ. നിങ്ങൾക്ക് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ കേൾക്കണ്ടേ? ആൻസർ അല്ലേ? പ്ലീസ്. അതായത് അദ്ദേഹം ചോദിച്ചത് ക്വാളിറ്റി ഓഫ് മെന്റർ ഇമ്പോർട്ടന്റ് അല്ല. ക്വാളിറ്റി ഓഫ് മെന്റർ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആസ് എ സ്റ്റുഡന്റ് എന്റെ മെന്ററെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ എനിക്ക് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും പ്രോഫിറ്റ് എന്റെ മെന്ററോട് പറയും എനിക്ക് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് കാണിച്ചു തന്നെ, അങ്ങനെയല്ല ഞാൻ പറയുക. ഇപ്പൊ നമ്മള് ആ, നന്നായിട്ട് ഒരു കൺസെപ്റ്റ് എന്നിലേക്ക് പറഞ്ഞു തരാൻ കഴിവുണ്ടോ എന്നാണ് ഞാൻ നോക്കുക, നമ്പർ 1. ആൻഡ് രണ്ടാമത്തെ തിങ്, അയാൾ പറഞ്ഞു തരുന്ന സാധനം മാർക്കറ്റിൽ വർക്ക് ആവുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുക. അല്ലാതെ അയാളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് അയാൾക്ക് താല്പര്യം ഇല്ലെങ്കിലോ ട്രേഡ് ചെയ്യാൻ എന്ന് വെച്ചാൽ അയാൾക്ക് ക്വാളിറ്റി ഇല്ലാതാവുമോ? നെവർ എവർ. ഇപ്പൊ സച്ചിനും കോച്ചില്ലേ? സച്ചിനേക്കാൾ നല്ല കളിക്കാരനായിരുന്നോ സച്ചിന്റെ കോച്ച്? അല്ലല്ലോ. സച്ചിന് നന്നായി കളി പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും ആൾക്ക്. അതനുസരിച്ച് സച്ചിന്റെ സ്കില്ല് വെച്ച് ആൾ കളിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ സ്കില്ലിൽ വർക്കിങ്ങും ആയിരിക്കണം, റൈറ്റ്? അത് മാത്രമേ ഞാൻ നോക്കുള്ളൂ. അതായത് നല്ല ട്രേഡർക്ക് നല്ലൊരു മെൻഡറാവാൻ പറ്റിക്കൊള്ളണം എന്നില്ല. നമ്മുടെ ഭാഷയും ബോഡി ലാംഗ്വേജും അനുസരിച്ച് ആ നോളേജ് നമ്മളിലേക്ക് ഉദാഹരണ സഹിതം അത് നമ്മൾ പോലും അറിയാതെ ബ്ലെൻഡ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഞാൻ നല്ല മെൻഡറാന്ന് പറയും, റൈറ്റ്? രണ്ടാമത് ആൾ പറയുന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കും. അയാൾ എടുക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. കാരണം അയാൾക്ക് പൈസനോട് താല്പര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾ പൈസ നമ്മുടെ പ്ലീസ് ആ ആൻസർ പറഞ്ഞ ആൾ ഒന്ന് ഫ്രണ്ടിലേക്ക് വരുമോ പ്ലീസ്? ഒരു കാര്യം കൂടെ ഷാക്കിറ. ആരാണ് ഞാനോ യെസ് Yes, sir. അതെ ഒരു കാര്യം കൂടെ. ഇതെന്താണെന്നറിയോ? മോശം വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, ഇല്ല 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 നമുക്ക് പൈസേനെ കുറിച്ചൊരു ക്യാൻസർ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന സാധനം എന്താണെന്നറിയോ? പൈസ ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ ഇതങ്ങനെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കിയാൽ പോരെ, എന്തിനിപ്പോ ഈ ട്രെയിനിങ് പരിപാടിക്ക് നിൽക്കണേ, റൈറ്റ്? അങ്ങനെ ഒരു തോട്ട് ഇതിലെന്താണെന്നറിയോ? ഇതിന്റെ ഒരു റൂട്ട് കിടക്കണ എവിടെയാണെന്നറിയോ? അതും സൈക്കോളജി തന്നെയാ. കാരണം എന്താ വെച്ചാല് നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാല് എന്ത് സാധനം ഉപയോഗിച്ച് അതിന്റെ താല്പര്യം കുറയും, റൈറ്റ്? ഇപ്പൊ നമ്മൾ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ദാഹിച്ച് നിൽക്കുക, ഒരു ബോട്ടിൽ വെള്ളം കിട്ടി കുടിക്കുന്നു. രണ്ടാമത്തെ ബോട്ടിൽ വെള്ളം ആദ്യത്തെ ബോട്ടിൽ കുടിച്ച പോലെ കുടിക്കില്ലല്ലോ, മൂന്നാമത്തെ കുടിക്കില്ലല്ലോ, അതുപോലെ നാലാമത്തത് വേണ്ടാന്ന് പറയില്ലേ? അതേപോലെയാണ് നമുക്ക് ഫുഡ് ആയാലും എന്റർടൈൻമെന്റ് ആയാലും ഈവൻ എന്ത് സാധനങ്ങളായാലും ഓവർ യൂസേജ് വരുമ്പോൾ അതിനോട് താല്പര്യം ഉണ്ടാവില്ല. അത് കിട്ടിപ്പോവും. ഇപ്പൊ എൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ അവർക്ക് ഈദ് വരുന്ന സമയത്ത് മാത്രമാണ് മോരുകറി കഴിക്കാൻ പറ്റിയിരുന്നത്. ഇന്ന് അങ്ങനെയാണോ ആ സാധനം? അല്ലല്ലോ. അതേപോലെ നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സാധനവും കൺസ്യൂം ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിനോടുള്ള ഇത് പോവും. പക്ഷെ ആ ഒന്നാമത്തെ ഗ്ലാസ് ഓഫ് വെള്ളം കിട്ടണതിനുള്ള ഒരു ആർത്തി കാണിച്ചിരുന്നില്ലേ? അത് കിട്ടിയിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതേപോലെയാണ് ഒന്നാമത്തെ ഗ്ലാസ് ഓഫ് മണി കിട്ടിയിട്ടില്ല നമ്മുടെ ലൈഫിൽ. ഓക്കെ, ഒന്നാമത്തെ ഗ്ലാസ് ഓഫ് പൈസ കിട്ടുന്നില്ല, ഇത് ആൾക്കാർക്ക് കിട്ടുന്നു, എനിക്ക് കിട്ടുന്നില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ആ പൈസനോട് ചൊറിയുന്ന ലാംഗ്വേജ് ലോങ്ങാ, ഗ്രീഡും ഫിയറുവാ. ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നത്. പൈസ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായി, നിങ്ങൾ പൈസക്കാരോട് ചോദിച്ചു നോക്കിയേ, പൈസയുടെ പിന്നാലെ അവർ ഓടുന്നില്ലല്ലോ. പൈസ ഓൾറെഡി കിട്ടിയല്ലേ, ഇനി ആ സാധനം പോയി അവരെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ സാധനം ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട. സാധനം കിട്ടിയവർക്ക് അത് പോയിട്ടുണ്ടാവും, റൈറ്റ്? ഈവൻ ഞാൻ വളരെ നമ്മളിപ്പോ ഒരു കല്യാണം കഴിക്കുന്ന ഒരു 18-20 വയസ്സായ ഒരു കുട്ടി സെക്സ് ലൈഫിനെ കുറിച്ച് കാണുന്ന ചിന്തയാണോ അവൻ 45 വയസ്സാകുമ്പോൾ കാണുന്ന ചിന്ത? ഓൾറെഡി ഫിനിഷ് ആയില്ലേ അത്? കിട്ടി ഫിനിഷ് ആയില്ലേ അത്? സോ അതുപോലെ തന്നെയാണ് പൈസയുടെ കേസും. അതിലോടൊരു ക്യാൻസർ ഉണ്ട്. ആ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് പിന്നെ എന്റർടൈൻമെന്റ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ 1.5 മണിക്കൂർ സംസാരിച്ചു, ഇനിയും 2 മണിക്കൂർ സംസാരിക്കും. ബിക്കോസ് ഇറ്റ്സ് മൈ പാഷൻ. അത് എന്റെ പൈസയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടാവും, റൈറ്റ്? ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, സാധാരണ ഇങ്ങനെ ഒരു ഇൻട്രോ ആരും ഇതുവരെ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാല്. പിന്നെ സാറ് പറഞ്ഞ 3M ഫസ്റ്റ് 2M അതാണ് ഇതിന്റെ ഒരു സത്ത് എന്ന് പറയുന്നത്. Yeah. അതാണ് ആൾക്കാര് പറഞ്ഞു തരാത്തത്. ഇപ്പൊ അതായത് എന്റെ കയ്യില്
പോട്ടെ. പറഞ്ഞോ എൻ്റെ പറഞ്ഞോ കയ്യിൽ പറഞ്ഞോ. എൻ്റെ കയ്യിൽ പക്ഷെ അത് ആ ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. യെസ്. പക്ഷെ നമ്മുടെ മൈൻഡ് ഈ പറഞ്ഞ പോലെ എപ്പോഴും റിവെഞ്ച് ട്രേഡ്, ഓവർ ട്രേഡിലേക്ക് പോയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് വരിക, വെൽത്ത് ക്രിയേഷൻ ഇല്ല. അവിടെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മൾ ഒരിക്കലും ഒരു യോഗ ചെയ്ത് നല്ല കൂൾ മൈൻഡായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന സംഗതി വെച്ചാൽ നിങ്ങൾ മൂക്കത്ത് ശുണ്ഠിയുള്ള ആൾക്കാരെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലുന്ന ആളുകൾക്ക് പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ പറ്റണം. അതായത് നമ്മുടെ ഇമോഷൻ അല്ല പ്രശ്നം, നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിന് ഇമോഷൻ ഉണ്ടാവാൻ പാടില്ല. റൈറ്റ്? ഒരു ഇമോഷനുള്ള വ്യക്തിക്ക് ഇമോഷൻ ഇല്ലാത്ത സിസ്റ്റം എടുത്താൽ ഒരു പ്രോബ്ലവും ഇല്ല, അയാൾ സക്സസ് ആവും. ഇനി ഇമോഷൻ ഇല്ലാത്ത വ്യക്തി ഇമോഷൻ ഉള്ള സിസ്റ്റത്തിന് എടുത്താലോ നമുക്കറിയാൻ പറ്റുന്നില്ല ഇമോഷൻ ഉള്ള സിസ്റ്റം ഏതാ, ഇമോഷൻ ഇല്ലാത്ത സിസ്റ്റം. 3M സിസ്റ്റത്തിന് ഇമോഷൻ ഇല്ല, മെഷീൻ സിസ്റ്റം ആണത്. അപ്പൊ നിങ്ങളതിന് തല്ലുന്ന ആളായാലോ മൂക്കത്ത് ചുണ്ടിയുള്ള ആളായാലോ കാമായിട്ടിരിക്കുന്ന ആളായാലും നെവർ മൈൻഡ്, ആ സിസ്റ്റത്തിനെ ഇമോഷൻ ഇല്ല. ഇമോഷൻ ഇല്ലാത്ത സിസ്റ്റമാണ് ഫോളോ ചെയ്യേണ്ടത്. അതാണ് അതിന്റെ ആൻസർ കേട്ടോ. കാരണം നമ്മൾ ഭാര്യയും കുട്ടികളും അച്ഛനും അമ്മയും നാട്ടുകാരും പ്രശ്നങ്ങളിൽ ഉള്ളിരുന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യാൻ വന്നാൽ നടക്കില്ല. സോ ഇമോഷൻ ഇല്ലാത്ത സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് 3M. ഓക്കെ, അതെ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ ഹലോ പറയൂ. ഈ 3M എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എവിടെ ഏത് ഗ്രൂപ്പ് ആയാലും ഏത് ഡോക്യുമെന്റോ എന്ത് റിസർച്ചിൽ വന്നാലും ഇതിന്റെ ഒരു സ്ട്രോങ് പില്ലേഴ്സ് ട്രേഡിംഗിന്റെ ഒരു സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുള്ളത്. ഇവിടെ ഏത് ആളോട് ഒരു ഒരു ബിഗിനർ ആണെങ്കിൽ ആദ്യം ഒരു അഡ്വൈസ് എവിടെന്നെങ്കിലും ഏതെങ്കിലും ആളുടെ നിന്ന് കിട്ടുന്നത് നിങ്ങൾ മണി മാനേജ്മെന്റ് നോക്കണം, സൈക്കോളജി നോക്കണം, വാട്ട് എവർ, അല്ലേ? അപ്പൊ നിങ്ങളുടെ ഇതൊരു ഓറിയന്റേഷൻ ക്ലാസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എനിക്ക് ഇതില് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം കൺവിൻസ് ആയിട്ടുണ്ട്. പക്ഷെ നല്ല ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് we are trying to change the belief system of the society. ഇതാണ് ആൻസർ. ഓക്കെ, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഫണ്ടമെന്റലും കുറച്ച് ടെക്നിക്കലും പഠിച്ചാലൊന്നും നിങ്ങൾ സക്സസ് ആവാൻ പോകുന്നില്ല. നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആണ് നമുക്ക് വരുത്തേണ്ടത്. അതായത് ആ നോളേജിൽ നിന്ന് ഞണ്ടിറുക്കി പിടിച്ചിരിക്കുന്ന സാധനത്ത് നിന്ന് നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ഞാനൊന്ന് ബിലീവ് സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ മണി മാനേജ്മെന്റിലേക്ക് ട്രൈ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അത് വിത്ത് ക്വാണ്ടിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ക്വാണ്ടിറ്റി മാനേജ്മെന്റ് വെച്ചിട്ട് ഞാനത് ട്രൈ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മൈൻഡ് ആവശ്യമുണ്ട്. ആ മൈൻഡിലാണെങ്കിലോ ഗ്രീഡിന്റെയും ഫിയറിന്റെയും വിഷവിത്ത് എല്ലാത്തിൻ്റെയിലും ഉണ്ട്. അപ്പോൾ എനിക്ക് ആ വിഷവിത്ത് എടുത്ത് മാറ്റണം ഈ മണി മാനേജ്മെന്റിനെ ഫോക്കസ് ചെയ്യാൻ. അതിന് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് തെറാപ്പി അങ്ങ് ചെയ്യും. ആ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഫിയറും ഗ്രീഡും വന്ന് മാറിയിട്ട് നിങ്ങൾ ഈ മണി മാനേജ്മെന്റിൽ ഉറച്ചു നിൽക്കും. അങ്ങനെ മണി മാനേജ്മെന്റിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയി, നിങ്ങൾക്ക് ലോസ് ഉണ്ടായാലും സ്റ്റാർട്ടിങ്ങിന്റെ മുകളിൽ നിങ്ങൾ നിൽക്കും. അപ്പോൾ എനിക്ക് ആ ലോസ് അങ്ങനെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഹ്യൂജ് ആയിട്ട് റോക്കറ്റ് പറത്തി വിടുന്ന പോലെ പറത്തി വിടണം. അതിന് എനിക്ക് നോളേജിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ആ നോളേജിന്റെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫണ്ടമെന്റലിന് ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ പറയും ഫണ്ടമെന്റലോട്ട് ഒരു കാര്യമില്ല, നമുക്ക് അതിന്റെ വെൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ കിട്ടണം. ആ വെൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യന് നമ്മൾ കടലിൽ പോയി മീൻ പിടിക്കുന്നത് പോലെയാണ്. അവിടെ ഡിഫറെന്റ് ആളുകൾ, കോഴ്സ് ഇല്ലല്ലോ അതിന് എന്ന് പറയുന്ന പോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ഥലമുണ്ട് സ്റ്റോക്കിന്റെ. ഓക്കെ, അതൊരു കാടിന്റെ ഉള്ളിൽ ആ ഹയർ പ്രോബബിലിറ്റി വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് സ്റ്റോക്കിന്റെ. അത് ഓൺലി വിത്ത് റിസർച്ച് കണ്ടന്റാ. നിങ്ങൾക്ക് 110% എന്നെ ട്രസ്റ്റ് ചെയ്യാം. ഐ വിൽ പ്രൂവ് യു ദാറ്റ്. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ടെക്നിക്കലി ഞാൻ ഈ പറയുന്ന സാധനം എവിടെയും ഇല്ല. ബിക്കോസ് അത് ഞാൻ കണ്ടെത്തിയ സംഗതിയാണ്. എൻ്റെ ടെക്നിക്കൽ എന്ന് വെച്ചാൽ അതുമേ ട്രസ്റ്റ് ചെയ്യണമെന്നും പറയില്ല, ട്രസ്റ്റ് ചെയ്ത ഗാംബ്ലറായി. പക്ഷെ അവിടെ ഒരു 100% ആ സ്റ്റോക്ക് പോകുന്ന ഒരു സ്ഥലം, ഒരു ത്രിവേണി സംഗമം എന്ന് പറയുന്ന പോലെ ഒരു ടെക്നിക്കൽ ജേണി ഉണ്ട്. ആ ടെക്നിക്കൽ ജേണി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പുതിയത് ആയിരിക്കും. ഡെഫിനറ്റ്ലി. ഓക്കെ, അതിന് ഞാൻ ഇതുമോ ഒന്നൊന്ന് കണക്ട് ചെയ്യും. ഓക്കെ, കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പ്രൊട്ടക്റ്റഡും ആയിരിക്കും, ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകും. പെട്ടെന്ന് കോമ്പൗണ്ടിങ്ങിലേക്ക്
മൈൻഡിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ കൂടെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിങ് സംഗതിയും കൂടെ നമ്മൾ കണക്ട് ചെയ്യും. എനിക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ഗ്രീഡും ഫിയറും കളയാൻ ഞാൻ ഒരു ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയും കൂടെ ചെയ്യും. ബിക്കോസ് ഗ്രാറ്റിറ്റ്യൂഡാണ് വെൽത്ത് എന്നുള്ളതാണ്. കാരണം വെൽത്ത് കിടക്കുന്നത് മൈൻഡിലാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജി ആണ് നമ്മുടെ ജി സ്റ്റോക്ക്. സോ ഇറ്റ് ഈസ് എ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോക്ക്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് വെൽത്ത് കിട്ടില്ല. നിങ്ങൾ ടെക്നിക്കലിന്റെ ഫണ്ടമെന്റൽ എല്ലാത്തിന്റെ മാസ്റ്റർ ആയിക്കോ, മാർക്കറ്റിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കല്യാണത്തിന് പോയിണ്ടാവും, യോഗം ഉണ്ടാവില്ല. ഓക്കെ, ഇത്ര നേരം അവിടെ നിരുന്നാണ്, ഇവിടുന്ന് കിട്ടില്ല. അതിന് കിട്ടും. ഈ പറഞ്ഞ ഈ കല്യാണത്തിന്റെ കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് എന്റെ ലൈഫിൽ. അയ്യാ, ഞാൻ ഈ ഷെയർ മാർക്കറ്റിൽ അറിയുന്നത് തന്നെ 2006-8 ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്നേരം ഇതിന് വരാനുള്ള ഇതൊന്നും വന്നില്ല. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 4 കൊല്ലമായിട്ട്. അപ്പം എന്റെ ആദ്യത്തെ ഒരു മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു മെന്റർ ഇല്ലാതെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ആക്കണം. ഞാൻ പറയുന്ന ലൈനിലൂടെ എന്റെ വിഷനിലൂടെ സാധനം പോകണം. അങ്ങനെ ഒരു ഇതിലെ വന്നത്. പക്ഷെ ഒരു സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് 2.6 രൂപയുടെ ഒരു സ്റ്റോക്ക് ഓപ്ഷൻസ് പറയുന്നത്. അത് ഇതേപോലെ കല്യാണത്തിന്റെ സാധനം ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് മാത്രം ഞാനൊരു 1 രൂപ വ്യത്യാസത്തിൽ ഞാൻ വിറ്റു. എനിക്കൊരു 3000 രൂപ ലാഭം കിട്ടി. അത് ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം 36 രൂപയിൽ പോയിട്ട് തിരിച്ച് 29 രൂപയിൽ വന്നിരിക്കുന്നു. അതിന്റെ ഒരു സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആൻസർ പറഞ്ഞോട്ടെ. പറഞ്ഞു 2 കാര്യങ്ങൾ. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ ആരുടെയും മെന്റർഷിപ്പ് ഇല്ലാതെ പ്രോഗ്രാം ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷെ നമുക്ക് ഒരുപാട് സമയം പോവും. ദാറ്റ്സ് ഇറ്റ്. ചിലപ്പോൾ ഒരു ലൈഫിന്റെ പകുതിയോളം പോവും. അങ്ങനെ പകുതി എത്തുമ്പോഴായിരിക്കും അയ്യോ ഇത് റോങ് ആണെന്ന് പറയുന്ന ഒരു കണ്ടെത്തൽ വരുന്നത്. സോ അവിടെ നമ്മൾ പ്രോഗ്രാം ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത്, ഒരു മെന്ററെ ഡിപ്പെൻഡ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് അവിടെ അയാളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് 15 വർഷത്തെ ഞാനിപ്പോൾ കൊടുക്കുന്ന എൻ്റെ 15 വർഷത്തെ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മളെ കൂടെ 250ഓളം വരുന്ന ഹൗസ് വൈഫ്സ് ഉണ്ടെന്ന് പറയില്ലേ, ഞാൻ അവരെ നിന്നിട്ട് വണ്ടറായിട്ട് നോക്കും. ഇവര് 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട്, ഞാൻ ഈ 15 വർഷം, ചില സമയത്ത് എനിക്ക് അസൂയ വരെ തോന്നിയിട്ടുണ്ട് അവരുടെ അടുത്ത്. കാരണം 15 വർഷം കൊണ്ട് ഞാൻ എടുത്ത സാധനം ഇവര് 3-4 മാസം കൊണ്ട് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഈവൻ നമുക്ക് പൈസ തന്നിട്ടാണെങ്കിൽ പോലും ആ സമയം നമ്മൾ ചെലവഴിച്ചതിന്റെ ഇറിറ്റേഷൻ എനിക്ക് ഇവരോട് തോന്നാറുണ്ട്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്റ്റോക്കിനെ കൺട്രോളിൽ വരുത്തുന്നത് എങ്ങനെ? ഐ കാൺ ബിലീവ് ഇറ്റ്. നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് ആ സ്റ്റോക്കിന്റെ ജേണി, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഭ്രാന്തന, മാസ് ഓഫ് പീപ്പിളാ. എൻ്റെ കൂടെയുള്ള വൈഫ് എന്നോട് ഇന്ന് നല്ല രീതിയിൽ പെരുമാറി. നാളെ മോർണിംഗ് ഇത് എങ്ങനെ പെരുമാറാൻ പോകുന്നത് പോലും എനിക്കറിയില്ല. 20 വർഷമായി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മാസ് ഓഫ് ആൾക്കാർ നാളെ ഒരു സാധനത്തും എങ്ങനെ പ്രതികരിക്കാൻ പോകണമെന്ന് വി ഡോണ്ട് നോ. നമ്മളത് കൺട്രോൾ ചെയ്യാൻ നോക്കണ്ട. ഇറ്റ്സ് ഔട്ട് ഓഫ് കൺട്രോളാ. അപ്പൊ അതില് നമ്മൾ എന്താ ചെയ്യണ്ടേ? എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് മാസ്റ്റർ ആവൂ. എങ്കിൽ നല്ലൊരു മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നല്ലോണം എടുക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് 10 രൂപയുള്ള ഒരു സാധനം 25 രൂപയ്ക്ക് വിറ്റിട്ട് 10 രൂപയ്ക്ക് വാങ്ങിയത് 25 രൂപയ്ക്ക് വിറ്റപ്പോൾ 150% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് 25 രൂപയുടെ സാധനം 2500 പോയി നിൽക്കുമ്പോൾ നമ്മുടെ വിഷമം, പ്രോഫിറ്റ് എടുത്തിട്ടും വിഷമം ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, പെയിൻ ഉള്ള സിറ്റുവേഷനാ. ആ സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വരില്ല ഞാൻ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ് ചെയ്താൽ. കാരണം എന്താണെന്നറിയോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനം. ഒരു ടെക്നിക്കൽ ജേർണി ഉണ്ട്. ഞാൻ അദാനിയുടെ വീഴ്ചയൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണാം. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ഒരു പ്രളയം വരുന്നെന്ന് പറയില്ലേ, പ്രളയം വരുന്നത് എങ്ങനെയാ വരുന്നത്? ഒരു ചാറ്റൽ മഴയെന്നാ വന്നേ, കുറച്ചു നേരം കഴിഞ്ഞ് നിന്നില്ല, അങ്ങനെ നിന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അത് കയറി പോയേ. അപ്പോൾ നമ്മൾക്കൊരു എക്സിറ്റ് പോളിസി വേണം. എക്സിറ്റ് പോളിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റോക്കിന്റെ ഏറ്റവും ടോപ്പ് എവിടെയാണോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ വീഴുന്നതിന്റെ തുഞ്ചത്ത് നിന്ന് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും. കാരണം ഭക്ഷണം കഴിക്കുന്നത് പോകുന്നത് ഏതിലാ? തൊണ്ടയിലൂടെയാണ് എന്ന് പറയുന്നത് പോലെ വീഴുന്നതിനും ഒരു വഴിയുണ്ട്. ആ വഴി കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സാധനം ടെക്നിക്കൽ ജേർണിയിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ടെക്നിക്കലിൽ നിങ്ങൾ വണ്ടർ ആകുമെന്നുള്ളത്. അതെനിക്ക് അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. ഒരു ക്രാഷിന്റെയും പാർട്ട് നമ്മുടെ ഒരു സ്റ്റുഡന്റും ആവില്ല, എക്സിറ്റ് പോളിസി കറക്റ്റ് ആയിട്ട് അനുസരിക്കുകയാണെങ്കിൽ. ടെക്നിക്കലി ഒരു ക്രാഷിന്റെയും പാർട്ട് ആവില്ല നമ്മള്. ഒരു സ്റ്റോക്ക് വീഴുന്നതിന്റെ ടോപ്പിൽ വെച്ച് നമുക്ക് എക്സിറ്റ് ആവും. ആ ടോപ്പ് കണ്ടുപിടിക്കാം. അത് വലിയ പരിപാടിയല്ല, വെരി സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, ചാറ്റൽ മഴ കാണുമ്പോ ഇവിടെ നിന്ന് വിസ എടുത്ത് പോകുന്ന ഒരുത്തനാണെങ്കിൽ അവൻ ഏതെങ്കിലും പ്രളയത്തിന്റെ പാർട്ടാവോ? ഒരിക്കലും ഇല്ലല്ലോ. ചാറ്റൽ മഴ കാണുമ്പോൾ ആൾ ഇവിടെ നിന്ന് പോകും. ബാക്കി ഇവിടെ ഒരു പ്രളയത്തിന്റെ പാർട്ടും അവനാവാൻ പോകില്ല. ചിലപ്പോൾ പ്രളയം ഉണ്ടാവും, ചിലപ്പോൾ പ്രളയം ഉണ്ടാവില്ല. പക്ഷെ ചാറ്റൽ മഴ കാണുമ്പോൾ അവൻ പോകും. അവന്റെ എക്സിറ്റ് പോളിസി അതാ. അതേപോലെ നമുക്കൊരു എക്സിറ്റ് പോളിസി ഉണ്ട്. ഫൈൻ. ടെക്നിക്കലി
ഒരു ചെറിയ സംശയം. ചോദിക്കൂ. ഇപ്പോ പേടിഎമ്മിൻ്റെത് ഒരു സുപ്രഭാതത്തിലാണ് പിന്നെ പൊളിഞ്ഞ് താലോട്ട് പോയത്. അപ്പൊ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വിധിയാണെന്ന് വിചാരിക്കണം. കാരണം ഇപ്പൊ ഞാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരുത്തം വന്ന് കത്തിയോണ്ട് കുത്തി എന്ത് ചെയ്യും? അത് അബ്നോർമൽ സംഗതിയാ. അബ്നോർമൽ സംഗതിക്ക് ഒരു പെർസെന്റേജ് ഇല്ലേ നമ്മള്? നോർമലല്ലേ കൂടുതലേ. അബ്നോർമൽ സംഗതിയിലേക്ക് പിന്നെ കൂടെ ഒരു കത്തി കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. എന്നാലോ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ആ ഡോക്ടറെ അടുത്ത് പോകുന്നു, രോഗം ഐഡന്റിഫൈ ചെയ്യുന്നു, പതുക്കെ പതുക്കെ പ്രോസസ്സിലൂടെയല്ലേ കൂടുതലും മരിക്കുന്നേ. റൈറ്റ് അല്ലേ? ഞാൻ മറ്റേതിന്റെ ഒരു ചോദിച്ചതല്ല. പെർസെന്റേജ് വളരെ കുറവല്ലേ? അപ്പോൾ ചോദിക്കണ്ട. ഈ ടെക്നിക്കൽ ജേർണി കാരണം ഒരു പെട്ടെന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ ട്രേഡ് മാത്രമേ പോയിട്ടുള്ളൂ, നമുക്ക് ഒരു പ്രോബ്ലവും ഇല്ല. ഞാൻ അദാനിന്റെ പറയുമ്പോൾ അത് ഇൻസൻബർഗിന്റെ റിപ്പോർട്ട് വരുമ്പോ നമുക്ക് ഒരു ഇച്ചിരി പ്രശ്നവുമില്ല. അദാനിയുടെ ഞാൻ ക്ലാസ്സിൽ എടുത്ത് കാണിക്കും. ഞാൻ അദാനിക്കൊന്നും ഒരു വിഷയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിക്കൊക്കെ ടോപ്പിൽ കൂടെ ഇറങ്ങിയിട്ട് തന്നെ വീണേ. അതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ഇറങ്ങിപ്പോരും. 99.99% ഒരു പ്രോബ്ലം ഇല്ല. 0.9% എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതും ഹലോ, നമ്മളൊരു ഒന്ന് പാർട്ടിക്കുലർ ചോദിച്ചോട്ടെ? ട്രേഡിലേക്ക് അതും നിങ്ങളെ വൺ സെക്കൻഡ് അതും നമ്മളൊരു പാർട്ടിക്കുലർ ട്രേഡിലേക്ക് ക്യാപിറ്റൽ അലോട്ട് ചെയ്യുമല്ലോ, അതിന്റെ അവിടെ പോവുള്ളൂ. അല്ലാതെ നമ്മൾ ഫുൾ എടുത്തിട്ട് ഒരു കൊട്ടയിലല്ലല്ലോ ഇടുന്നേ. ഓക്കെ, അപ്പോ നിങ്ങളെ ഡെമോ ഓക്കെയാണ്, നിങ്ങളെ ഡെമോയിൽ ഓക്കെയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ഞാനിപ്പോ ഇത് പറയുമ്പോ എന്താ വെച്ചാലേ നമ്മളൊരു ബിരിയാണി എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടേ. ശരി പോരും പോരും പറയട്ടെ. പോരും പോരും വരൂ. സോറി. ഞാൻ ഇതിന്റെ മുമ്പ് 1-2 ഇങ്ങനത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ശരി. നമ്മൾ ഈ പിന്നെ ഈ ഡെമോയിൽ പറയുന്ന ആളൊന്നും പിന്നെ ലൈവ് ട്രേഡിങ്ങിൽ കാണൂല, ഫോൺ വിളിച്ചാലും എടുക്കൂല. അപ്പൊ നിങ്ങൾ ഒരാഴ്ച ലൈവ് ട്രേഡിങ് നമ്മളെ കൂടെ നിന്ന് തരാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയണതേ അല്ല പറയാം, പറയൂ പറഞ്ഞോ. ഒരാഴ്ചത്തെ ട്രേഡിൽ പകുതി ഒരു 3 ദിവസങ്ങൾ സക്സസ് ആണെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ ഡെമോ ഒക്കെയാണ്. ഫൈൻ. ആൻസർ പറയട്ടെ? ആൻസർ പറഞ്ഞോട്ടെ? പറയും. ഞാൻ വരില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കിത് ബിസിനസ് അല്ല. കാരണം ഇത് ഞാൻ എന്റർടൈൻമെന്റിന് ചെയ്യുന്നതാ. എന്റെ എന്റർടൈൻമെന്റ് നിങ്ങള് സാറ്റിസ്ഫൈ ചെയ്യാൻ ഞാൻ വരില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ബിസിനസ് അല്ല. ബിക്കോസ് ഇറ്റ്സ് മൈ പാഷൻ. അത് ഞാൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യിക്കേണ്ട കാര്യമില്ല. ഈ നമ്മൾ പറയില്ലേ ഒരു ബിരിയാണി നമ്മളെങ്ങനെ ഒരു സാധനം, ഞാനിത് മോശമായിട്ട് പറയുന്നതായിട്ട് കൂട്ടരുത് കേട്ടോ, സോറിയേ. അതായത് നമ്മളൊരു ബിരിയാണി എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കുക. ഒരു വലിയ ചെമ്പ് ബിരിയാണി ഉണ്ട്, അതൊന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് കൊള്ളാം എങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം. റൈറ്റ്? അത് ടെസ്റ്റ് ചെയ്യാൻ വെച്ച് തന്നു. റൈറ്റ് ഓക്കെ. അല്ല, അറിവില്ലാത്ത ആൾക്കാർ ഒരു മേഖലയിൽ കയറ്റി നമ്മൾ കുറച്ച് ക്വാളിഫൈഡ് നമ്മളൊരു then do it. അതിനാണ് നമുക്ക് ദൈവികമായൊരു ദൈവം മനുഷ്യനെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കഴിവ് നമുക്ക് തന്നിരിക്കുന്നതാണ് സ്വാഭാവികമായിട്ടൊരു വിവേകശക്തി എന്ന് പറയുന്നത്. റൈറ്റ് അല്ലേ? നമ്മുടെ വിവേകം അനുസരിച്ച് നമ്മൾ നോക്കാം ഇത് ഓക്കെ ആവുമോ എങ്കിൽ യു ക്യാൻ സെലക്ട് ഇറ്റ്, അതർവൈസ് ഇറ്റ്സ് യുവർ ഫേറ്റ് എന്ന് പറയില്ല നമ്മള്. ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഞാൻ എന്റെ ക്രൈറ്റീരിയ ആണ് പറയുന്നത് കേട്ടോ, നിങ്ങളുടെ ക്രൈറ്റീരിയ അല്ല. ഞാൻ നോക്കും, എന്നെ കൊണ്ടായ രീതിയിലൊക്കെ ഞാൻ പഠിച്ചു നോക്കും. ഓക്കെ ഫൈൻ. അവിടെ ചെയ്യുന്ന ഞാൻ മെന്റർ തിരഞ്ഞെടുക്കുന്ന കേസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രോഫിറ്റ് ലോയ്ക്കും പോലും ഞാൻ നോക്കൂല. എനിക്ക് ആ സാധനം ആള് പറഞ്ഞ സാധനം മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ ദെൻ ഓക്കെ. അതിനുശേഷം ആൾക്ക് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. ചിലവർക്കുണ്ടല്ലോ വായ തുറക്കാൻ പറ്റില്ല, സംഗതി ആള് ബ്യൂട്ടിഫുൾ ട്രേഡ് എടുക്കും, മനസ്സിലായോ? ആസ് ആൻ ഇൻഡിവിജ്വൽ പുള്ളി സക്സസ് ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റുള്ള ആൾക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. സോ ആ രണ്ട് കോമ്പിനേഷൻ ഞാൻ നോക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ എഫേർട്ടിനാണ് ഫീസ് ഇടുന്നത്. ഇറ്റ്സ് നോട്ട് ബിസിനസ്. നമുക്കൊരു 30,000 ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ 1 lakhന്റെ എഫേർട്ട് ഞാൻ എടുക്കും. ഇറ്റ്സ് മൈ ടൈം അല്ലേ? അതിനാണ് ഞാൻ കൊടുക്കുന്നത്. ബിക്കോസ് ഒരു സ്റ്റുഡന്റിന്റെ 35 ക്ലാസ്സസ് വരെ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഒരു 1000 രൂപയെ താഴെയാണ് ഞാൻ അവിടെ ഇടുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അത് മറ്റേ ആൾക്ക് ഗുണം കിട്ടണം എന്ന് തോന്നുന്നതിന് വേണ്ടിയിട്ടാ. നോട്ട് ആറ്റ് ഓൾ എ പ്രോബ്ലം. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ഇത് മൈൻഡ് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ സെലക്ട് ഇറ്റ്, അതർവൈസ് നെഗ്ലക്ട് ഇറ്റ്, നോ പ്രോബ്ലം. ഫൈൻ. അത് ഞാൻ മോശമായിട്ടല്ല പറഞ്ഞത് കേട്ടോ, ഞാൻ വരില്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് മൈ പാഷൻ, മൈ എന്റർടൈൻമെന്റ്. അപ്പൊ ഞാൻ പറയാം നിങ്ങളെ അതിൽ ആവശ്യമില്ലല്ലോ. ബിക്കോസ് നിങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ് തന്നെ ഒരാൾ പറഞ്ഞല്ലോ നിങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല കണ്ടിട്ട് പോലും ഇല്ല എന്ന്. നമ്മൾ അതിനല്ല ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ബട്ട് വി ഹാവ് എ മിഷൻ ആൻഡ് വിഷൻ. നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിഷ് കൊണ്ടുവരുന്ന ആള് ഒരു പേപ്പറിലല്ലേ ഫിഷ് കൊണ്ടുവരുന്നത്, ഫിഷ് കൊണ്ടുവന്ന് പൊതിഞ്ഞിരുന്നേ. ആൾ ആ ഫിഷ് പൊതിയുമ്പോൾ വായിച്ചു നോക്കിയിട്ട് വാർത്ത വായിച്ചു നോക്കാനുള്ള സാക്ഷരത അയാൾക്കുണ്ട്. എന്നിട്ടും അയാളുടെ ഇഷ്ടത്തൊഴിലായ ഫിഷ് വിൽക്കുന്നു. റൈറ്റ്? അതേപോലെ നാളെ ഒരു ഫിഷ് വിൽപ്പനക്കാരനും ഒരു ടെക്നിക്കൽ ട്രെൻഡിൽ മാസ്റ്റർ ആയിട്ട് ആൾ ഫിഷ് വിൽക്കും. ഇതാണ് നമ്മളെ മിഷൻ. ഇത് നമ്മൾ കേരളത്തിൽ ചെയ്യിപ്പിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. അല്ലാതെ ഒരാളെ നിർത്തി കൺവിൻസ് ചെയ്യിക്കുന്ന പരിപാടിയില്ല. നോ പ്രോബ്ലം. പൊതുജനം പലവിധല്ലേ. നോ അറ്റ് ഓൾ, നോ പ്രോബ്ലം അറ്റ് ഓൾ കേട്ടോ. ഓക്കെ ഓക്കെ. കേൾക്കുന്നുണ്ടോ? സോറി, അത് അവിടെ ഞാൻ ഒരിക്കലും ഒരു Okay, മോശമായിട്ട് sir. പറഞ്ഞല്ല.
ബിക്കോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ദർ ഈസ് എ വണ്ടർ പ്രോഡക്റ്റ്. അത് കഴിഞ്ഞാൽ ഫണ്ട് മാനേജറുടെ ക്വാളിറ്റിയിലുള്ള ഒരു സാധനം ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. സോ ആ ട്രസ്റ്റ് നമ്മൾ കാണിക്കണമല്ലോ. നമ്മൾ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്തൊന്നും എഴുന്നേറ്റ് ഓടാറില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സംഗതി അതിൻ്റെ അകത്തുണ്ട്. സോ കൂപ്പൺ എടുക്കൂ, ഫുഡ് കഴിക്കൂ, ദാറ്റ്സ് ഇറ്റ്. അവിടെ ഓഫ്ലൈൻ ക്ലാസ് ഞാൻ വേറൊരു കാര്യം പറയാം. വേറെ എല്ലാ വെബിനാറുകളിലും പറയുന്ന പോലെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ 5000 രൂപ ഡിസ്കൗണ്ട്, 1 രൂപ ഡിസ്കൗണ്ട് വരില്ല, ഫുൾ ഫീസാ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് അങ്ങനെ ബിസിനസ് ആക്കേണ്ട കാര്യമില്ല ഇതിനെ. കാരണം അങ്ങനെ ഒരു ഡിസ്കൗണ്ടും ആയിട്ടുള്ള മെന്റാലിറ്റി ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് പണി കൂടുതലാണ് മൈൻഡിൽ നിന്ന്. കാരണം ഡിസ്കൗണ്ട് എവറിഥിങ് വി ഹാവ് എ ഫ്രീ മൈൻഡ് സെറ്റാ. ഫ്രീ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്കും വെൽത്ത് ഉണ്ടായിട്ടില്ല കേട്ടോ. അതിന് തന്നെ ഒരു കാര്യം പറയാം, ഫ്രീ വേണ്ട, നിങ്ങൾ ഫ്രീ കൊടുക്കുന്ന ആളാവൂ, ഫ്രീ മേടിക്കുന്ന ആളാവല്ലേ എന്ന് പറയാ. സോ ഒരു ഡിസ്കൗണ്ടും ഞാൻ പ്രൊവൈഡ് ചെയ്യില്ല. ബിക്കോസ് ഇറ്റ് ഈസ് മൈ ടൈം, മൈ എഫർട്ട്, മൈ എക്സ്പീരിയൻസ്. അതിന് ഡെഫിനറ്റ്ലി 30,000 വാങ്ങിയാൽ 1 lakhന്റെ ബെനിഫിറ്റ് അവിടെ ഉണ്ടായിക്കൊള്ളണം. അത് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്യാം. അത് നിങ്ങളുടെ റൈറ്റ് ആണ്, നോട്ട് ബാർഗെയിൻ. അത് നിങ്ങളുടെ റൈറ്റാ. അത് അവിടെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ പ്രോഡക്റ്റും നിങ്ങൾക്ക് അവിടെ തരും. സോ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്കലും ഇത് ഡിഫറെൻറ്റാ. ബിക്കോസ് ഇറ്റ് ഈസ് മൈ ടെക്നിക്കൽ വേ. അത് ഞാൻ പ്രൂവ് ചെയ്യും. അത് നമ്മുടെ നമ്മുടെ അതായത് ഡെമോ ഒക്കെയാണ്. ഇനി പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ 10-1 മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, 100-1 മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞോളൂ. യെസ്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓൾമോസ്റ്റ് 2 hours പോകുന്നു. സർ അതൊരു ഓഫ് മണിക്കൂർ ഒരു എന്ന് മിനിറ്റ്. പറഞ്ഞിട്ടാണ് കയറിയത്. സോറി, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ? ഓഫ്ലൈനോ? ഓ, അടുത്ത ക്വസ്റ്റ്യൻ. ഓഫ്ലൈനും ഓൺലൈനിൽ എന്നുള്ളതിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വരും. കാരണം വെച്ചാല് നമ്മൾ വിചാരിക്കുന്നതാണ്, സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ചോദിക്കുക. നമ്മൾ വിചാരിക്കുന്നതാണ് ഓഫ്ലൈൻ പഠിച്ചാലാണ് സക്സസ്. ഇപ്പം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം ഇത് വലുതാണോ എന്നുള്ളത്. നമുക്ക് നമ്മുടെ കണ്ണും മൊബൈലും തമ്മിലുള്ള ഗ്യാപ്പോട് കൂടി സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങളെ വലുതാക്കി പഠിപ്പിക്കാം ഭംഗിയായിട്ട്. അവിടെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയെന്നല്ല എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ എങ്ങനെ പഠിക്കുന്നതിലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് സ്ക്രീൻ ഷെയർ ഒക്കെ ഇട്ട് നിങ്ങളെ ഭംഗിയായിട്ട് വലുതാക്കി ചാർട്ട് നിർത്തിയിട്ട് ട്രെൻഡ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ട്രെൻഡ്. എന്നിട്ട് ആ സ്റ്റോക്ക് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അവിടെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ. ഞാനിതൊന്നും പറയുന്നത് ചില ആളുകളുടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ. ചില ആളുകൾ കോഴ്സ് സെല്ല് ചെയ്യുന്നത് 99% ഡെമോയിൽ പറയും, 1% ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? അതല്ല, അത് ഇവിടെ അങ്ങനെ ഇല്ല. മാത്രമല്ല ഫീസിന് ഡിസ്കൗണ്ടും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. സർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പഠിക്കുമ്പോൾ ക്യാപിറ്റൽ എത്ര വേണ്ടി വരുന്നുണ്ട്? അതുപോലെ ഒരു 3-4 റൈസ് കാണുന്നുണ്ട്. അവരോടും കൂടെ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്കൊരു സമയമില്ലാത്തതുകൊണ്ടാട്ടോ. ബിക്കോസ് ഏർലി മോർണിംഗ് ഐ ഹാവ് ചില ട്രാവലിംഗ് ഉള്ള ആളുകളും ഉണ്ട് ഇവിടെ. സോ പ്ലീസ് ഒന്ന് പറയൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റല് നമുക്ക് നമ്മുടെ ക്യാപിറ്റലിന്റെ ആവശ്യമുണ്ടോ? പഠിക്കുമ്പോൾ ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ടെക്നിക്കൽ ജേർണി കണക്ട് ചെയ്ത് അതിന്റെ റൂട്ടും കറക്റ്റ് ചെയ്ത് ചെയ്യാൻ ഒരു ക്യാപിറ്റലിന്റെ പഠിക്കാനായിട്ട് റിയൽ സെറോദയുടെ അക്കൗണ്ട് പോലും ആവശ്യമില്ല. നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെയാണ് നിങ്ങളെ ടെക്നിക്കലൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അവിടെ പൈസയുടെ ആവശ്യമേ ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഒരു 1 lakh ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാം, രസകരമായിട്ട് കൊണ്ടുപോകാം. അവിടെ വേറെ ഞാൻ ക്യാപിറ്റലിലേക്കല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുമ്പോൾ കാറ് മേടിക്കാൻ പറ്റും, സ്വന്തമായി കാറ് മേടിക്കേണ്ടെന്നേ. ഇവിടെ നാട്ടിലില്ലാത്തൊരു സാധനം എന്താണെന്നറിയോ? ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഇല്ലാത്ത. നിങ്ങൾ പെർസെൻറ്റേജിലേക്ക് കപ്പാസിറ്റിയിലേക്ക് വരും, ക്യാപിറ്റലിലേക്കല്ല നോക്കേണ്ടത്. പെർസെൻറ്റേജ് എടുക്കാൻ എനിക്ക് 100% ഒരു വർഷം എടുക്കാൻ പറ്റും, എനിക്ക് 50% വർഷം എടുക്കാൻ പറ്റും. 100 രൂപ 200 രൂപ ആവുന്നതും 100 കോടി 200 കോടി ആവുന്നതും സെയിം പെർസെൻറ്റേജ് അല്ലേ? 100% അല്ലേ? 100 രൂപ 200 രൂപ ആവുന്നത് 2 കോടി 4 കോടി ആവുന്ന ഒക്കെ ഒരേ പെർസെൻറ്റേജാ. പെർസെൻറ്റേജിൽ ഫോക്കസ് ചെയ്ത് എനിക്ക് ഇത്ര പെർസെൻറ്റേജ് എടുക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാലേ കോടിക്കണക്കിന് രൂപ തരാൻ ആൾക്കാരുണ്ട് ഇവിടെ, ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഇല്ലാത്തത്. റൈറ്റ്? നമ്മൾ തന്നെ നമ്മുടെ ശരി പറഞ്ഞോ. പോവാല്ലേ നമുക്ക്? നമ്മളിപ്പോ എന്തായാലും ഇപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നത് വേറൊരു തൊഴിൽ വിട്ടിട്ട് എന്തായാലും ഫുൾ ആയിട്ട് ഇറങ്ങാനുള്ള അതായിട്ടില്ലല്ലോ. വേണ്ട, പാടില്ല. തൊഴിൽ വിട്ടിട്ട് എന്തിനാ ഇറങ്ങുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് എന്തായാലും സാറിന്റെ കൂടെ ആകുമ്പോ നമുക്ക് പ്രോഫിറ്റബിൾ ആവുമല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമ്മളെ ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ആയിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാലറി മീൻസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉപകാരപ്പെടുന്നതല്ലേ? അതാണ് പിന്നെ അതിനല്ലേ നമ്മൾ പഠിക്കുന്നത്. നമ്മളുടെ വരുമാനത്തിൽ നിന്നുള്ള സേവിങ്സിനെ എങ്ങനെ വലിയൊരു വെൽത്ത് ആക്കി മാറ്റാൻ പറ്റും നിങ്ങൾ ആലോചിക്കൂ. എന്നിട്ട് നിങ്ങൾക്ക്
ആ ജോലിയിൽ നിന്നുള്ള വരുമാനത്തിനേക്കാൾ കൂടുതൽ ഇവിടെ വരുമാനം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വരുമാനം കിട്ടുന്നത് കൊണ്ട് സമയം ചെലവഴിക്കണം, അവിടെ സമയം ബുദ്ധിമുട്ടാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറും. അതാണ് കരിയർ ഉണ്ടാക്കേണ്ട വഴി. ഓക്കെ, അല്ലാതെ അത് അത് പഠിക്കുമ്പോ കട്ട് തന്നെ അത് ചെയ്തിട്ടല്ലേ ഇവിടേക്ക് പോസിബിൾ വരിക. ആണോ എന്ന് ഓക്കെ, സാറേ, പഠിക്കുമ്പോ തന്നെ നമുക്കത് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആ മറ്റേ പോസിബിൾ ആണോ? പിന്നെന്താ, അത് പഠിക്കുമ്പോ തന്നെ ഭംഗിയായിട്ട് പോർട്ട്ഫോളിയോ ചെയ്യിപ്പിക്കില്ലേ നമ്മള്. അതൊക്കെ സിമ്പിൾ അപ്പോ ആയിട്ടുള്ള കാര്യങ്ങളാ. സാറിന്റെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അതിൽ അല്ല, കൂടെ ഉണ്ടാവില്ലേ? അതിനിവിടെ ലൈവ് കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് മെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഭംഗിയായിട്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീനറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇവിടെ. അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാ കേട്ടോ. ഓക്കെ ഓക്കെ, ഷുവർ ഓക്കെ, ആയിട്ടുള്ളതാ. താങ്ക് യു. ഉള്ളതാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ മാത്രം ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് നല്ല ഭംഗിയുള്ളൊരു ടെക്നിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാവും. ആ ടെക്നിക്കൽ പ്രോഡക്റ്റ് നിങ്ങൾ കാണാത്തതായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മണി മാനേജ്മെന്റും മൈൻഡ് മാനേജ്മെന്റും സംഗതികളും ഉണ്ടാവും. ഇതിന്റെ കൂടെ അങ്ങ് പോവുക. ആ പോയി കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോൾ നല്ലൊരു പ്രാക്ടീസും ഉണ്ടാവും, മെന്റർ ഉണ്ടാവും, ലവ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, അതിന്റെ കൂടെ സ്ക്രീനറും ഉണ്ടാവും. അതിലൂടെ അങ്ങ് ഫിനാൻഷ്യൽ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കും. ഓക്കെ, അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഓക്കെ, വന്ന നിങ്ങളും Just last question. ആ Last question, sir. യാ ഇപ്പൊ നിങ്ങൾ സാർ പറഞ്ഞത് വേറൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. ഇപ്പൊ ജെറോദ് പോലെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാറ്റ്ഫോം ഇപ്പൊ ഏതാണെങ്കിലും നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ ഒരു അല്ല, എന്താ അതെന്തുകൊണ്ടാണെന്നറിയോ? ചെയ്യുക? അതെന്താന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ മുന്നിൽ ഇരിക്കേണ്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നതാ. അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കേട്ടോ. കാരണം ഇത് ഇൻവെസ്റ്റ്മെന്റിനെയും കൂടെ കൺസിഡർ ചെയ്യാം. അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് നോക്കിയിരിക്കേണ്ടാത്ത ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് ട്രേഡ് ഇട്ട് വെച്ച് നമുക്ക് ഇറങ്ങി പോവാം. ജെറോദയിൽ അത് പറ്റില്ല. നമ്മളൊരു ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ എല്ലാ സൈഡും പറ്റില്ല. ട്രേഡ് നടക്കുന്നതിന് മുമ്പ് ഇട്ട് വെക്കണം, നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം, ഓട്ടോമാറ്റിക്കായിട്ട് നടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റും ലോസും വരണം. നമുക്ക് ആ ഡിസിഷൻ എടുത്ത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റണം. അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് സെബി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഏതാണ് ഇത് പ്ലാറ്റ്ഫോം? എല്ലാം അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അങ്ങനെ അല്ലാത്ത ഒരു അല്ല, ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഏതാണ് നമുക്ക് പ്ലാറ്റ്ഫോം? ഇരിക്കണ്ട. ഏതാ? ഏത് പ്ലാറ്റ്ഫോം? ഈ ആപ്പിന്റെ പേരെന്താണ്? അത് കോമ്പോസിറ്റ് വലിയ പ്ലാറ്റ്ഫോം ആട്ടോ. നിർമ്മൽ ബാങ്ക് ഒക്കെ കോമ്പോസിറ്റ് യൂസ് ചെയ്യുന്നത് അതാണ്. കോമ്പോസിറ്റ് ചെറുതല്ല, ഹൈ ഫ്രീക്വൻസി ട്രേഡ്സ് നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചുള്ളൂ. നല്ല ബിസിനസ് നടക്കുന്നവർക്ക് മാർക്കറ്റിംഗ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ. കോമ്പോസിറ്റ് ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോമാ. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സോറി, ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതായിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതായിരിക്കണം. സോ അവിടെ നിന്ന് നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, ദിസ് വിൽ ബി ദ ലാസ്റ്റ് കോഴ്സ്, അതായിരിക്കണം, ലാസ്റ്റ് ആയിരിക്കണം. സോ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്കൽ ജേർണി, മൈൻഡ് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്, എല്ലാ പ്രോഡക്റ്റും വെച്ച് നമുക്ക് ഭംഗിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കണക്ട് ചെയ്യാം. സോ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡും വല്ലാണ്ട് മാറും. അത് ഡെഫിനറ്റ്ലി നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്തു തരണം. ഓക്കെ, സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു ജോയിന്റ് എഫേർട്ടാണ്. അതിൽ നിങ്ങളുടെ പാർട്ട് ചെയ്യുക, നമ്മൾ പാർട്ട് ചെയ്യുക, ഭംഗിയായിട്ട് അത് കൊണ്ടുവരാം കേട്ടോ. സോ ദാറ്റ്സ് ഫൈൻ. വൈൻഡ് അപ്പ് ചെയ്യാമോ? വിത്ത് ഓൾ യുവർ പെർമിഷൻ ഷൽ ഐ ഗോ? Sure. Thank you so much. താങ്ക് യു സോ മച്ച്. ആരെങ്കിലും ഇതിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ കണക്ട് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ നമ്പർ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരു വെബിനാർ ഗ്രൂപ്പിൽ ഉള്ള ആളുകളായിരിക്കാം ഇതിലുള്ളത്. അപ്പൊ അതിലുള്ള ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് നമുക്ക് നമ്പർ അഡ്മിൻസ് എഴുതാം. ഉണ്ടാവും, അവരെ നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ താല്പര്യം മതി. ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യോ കേട്ടോ. നമ്പർ പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ, വേണ്ടാന്നുള്ള രീതിയിൽ ഞാൻ എഴുതുകയാണ്. 9645389669 ഇത് രീതിയിൽ എടുത്തിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഫൈൻ, പോരെ? ഓക്കെ, തീം കിട്ടിയല്ലോ. ആ തീമിൽ തന്നെ കുറച്ച് വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, സർ, ഇത് മെസ്സേജസ് മൊത്തം മലയാളത്തിലാണ് വരുന്നത്. മലയാളം എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡിലായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു ഇംഗ്ലീഷ് മോഡ് ആക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ മലയാളം രണ്ട് മോഡായാലും പ്രശ്നമില്ല. നമ്മൾ നോട്ടൊക്കെ കൈ കൊണ്ട് എഴുതുക കേട്ടോ. ഞാൻ ചെയ്യിക്കുക നിങ്ങളെ കൊണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് എ സബ് കോൺഷ്യസ് സൈഡ് ആയതുകൊണ്ട്. കേൾക്കുന്നുണ്ടോ? അവിടെ കണക്ട് ആവും. നമുക്കത് മനസ്സിലാവാണ്ടിരിക്കില്ല. ഡെഫിനറ്റ്ലി മനസ്സിലാവും എന്തായാലും. അതാണല്ലോ ഇമ്പോർട്ടന്റ്. മനസ്സിലാവും. അപ്പൊ ഈ നോട്ട്സ് ഒക്കെ എന്നിട്ട് മലയാളത്തിലാണോ മനസ്സിലായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് നോട്ട് എഴുതിപ്പിക്കും. ഓക്കെ, ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകുമെങ്കിൽ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലേക്ക് റീറൈറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, മെറ്റീരിയൽ പ്രിന്റഡ് അല്ല കേട്ടോ. മെറ്റീരിയൽ നിങ്ങൾ തന്നെ കൈകൊണ്ട് എഴുതുന്നതാണ്. അതിന് ഞാൻ സമയം തരും. യൂണിഫോം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എല്ലാവരുടെ കൈകളിലും വരും. അത് നിർബന്ധമാണ്.
കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, കൈകൊണ്ട് എഴുതിയതിന് വ്യത്യാസമുണ്ട്, ബുക്കിൽ പ്രിന്റ് ചെയ്തതിനും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, യൂണിഫോം ആയിട്ട് എഴുതിപ്പിക്കും നോട്ടുകൾ കേട്ടോ. ഫൈൻ, ശരി. അപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള സമയം തന്നു. നമ്മൾക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റി എന്ന ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട്. ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് അത് കണക്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളത്, പക്ഷേ പേഴ്സണലി ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ നോക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ ഒരുപാട് കണ്ടന്റുകൾ, ഇതിനേക്കാൾ ഒരുപാട് കണ്ടന്റുകൾ, മെയിൻ കണ്ടന്റുകളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കണ്ടന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ തീം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഭംഗിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സ്റ്റോക്ക് മാർക്കറ്റിലെ ആൻഡ് ഫൈനലി സ്റ്റോക്ക് മാർക്കറ്റിലെ പറയുന്നു, നോളേജ് വെച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ വി കാൻ സക്സസ് വിത്തൗട്ട് മണി മാനേജ്മെന്റ്. ഓക്കെ, എന്തോ പറഞ്ഞല്ലോ? നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ജോയിൻ ചെയ്യും. ഷുവർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കേട്ടോ. ഗുഡ് നൈറ്റ്.